awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. He reigns from heaven above with wisdom, power, and love. Our God is an awesome God. Our God is an awesome God. ഹല്ലേലൂയ. തുടരെ സങ്കീർത്തനം 73:28 എന്നാൽ ദൈവത്തോട് ചേർന്ന് കാണുന്ന എന്റെ ആനന്ദം. ഹല്ലേലൂയ. തുടരെ ഈ ദിവസം നമുക്ക് ദൈവത്തോട് ചേർന്ന് നമ്മൾ ആനന്ദത്തിലൂടെ നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാം. വീണ്ടും പുറപ്പാട് 20:24 കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ എന്റെ നാമം അനുസ്മരിക്കാതെല്ലാം നിങ്ങളുടെ ഇറങ്ങി നിങ്ങളെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. തുടരെ ഈ സമയം നമുക്കറിയാം, ദേവാലയങ്ങൾ ആരാധനകളെല്ലാം അടച്ചു കിടക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ നമ്മുടെ ദേവാലയങ്ങളാക്കി മാറ്റിക്കൊണ്ട് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈശോ വാഗ്ദാനം തരികയാണ്, എന്റെ നാമത്തിനെല്ലാം ഇറങ്ങി വരും. ഈ സമയം നമ്മുടെ ഭവനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങി വരുന്ന സമയമാണ്. നമ്മുടെ സ്ഥാപനങ്ങളിലേക്ക് കർത്താവ് ഇറങ്ങുന്ന സമയമാണ്. നാം എവിടെയാണോ ഈ ലോകത്ത് നാനാഭാഗത്തും നമ്മുടെ ഭവനങ്ങളിലും സ്ഥാപനങ്ങളിലും ആയിരിക്കുന്നതെല്ലാം അവരെ ആയിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് എഴുന്നേറ്റിരുന്നുകൊണ്ട് ആ കർത്താവിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാം. ആ ഈശോയുടെ കൂടെ നമുക്കൊരു യാത്ര ചെയ്യാം. ആനന്ദത്തിലായിരുന്നുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ബന്ധുക്കസ്തായ്ക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ നമ്മൾ ആ പരിശുദ്ധാത്മാവിന്റെ വലിയ ആനന്ദത്തിലേക്ക് കടന്നു പോകാൻ നമുക്ക് ദാഹത്തോടെ ആഗ്രഹിക്കാം. ഈ സമയം നമുക്ക് നമ്മുടെ നെറ്റിയിൽ വിശുദ്ധ കുരിശ് വരച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷ ആരംഭിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം. ഞങ്ങളുടെ തമ്പുരാനെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പരസ്പരം മുഖത്തോട് മുഖം നോക്കി സന്തോഷത്തോടെ നമുക്ക് സ്തുതി കൊടുക്കാം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഇവിടെ പുറപ്പാട് 23, 25, 26 തിരുവചനങ്ങൾ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശ്രദിക്കും. നിങ്ങളുടെ രോഗങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടാവുകയില്ല. ദീർഘായുസ് നൽകി ഞാൻ നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇവിടെ 5 വാഗ്ദാന പദങ്ങളാണ് കർത്താവ് ആരാധിക്കുന്നതോടെ നമുക്ക് നൽകുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് സമയമില്ലാത്തതും കർത്താവിനെ ആരാധിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ ലോക്ക്ഡൌണിൽ പീഡിതരായിരിക്കുമ്പോൾ നമുക്ക് ആരാധിച്ചുകൊണ്ട് ഈ 5 വാഗ്ദാനങ്ങളും നമ്മുടെ കർത്താവിൽ നമ്മൾ നേടിയെടുക്കണം. വീണ്ടും യേശയ്യാ പ്രവചനം 12-ാം അധ്യായം 6-ാം തിരുവചനം നമ്മൾ കാണുമ്പോൾ, സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനം ആലപിക്കുവിൻ. ഇസ്രായേൽ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യമുണ്ട്. ഹല്ലേലൂയ. സജീവനായി മഹത്വപൂർണായി ദൈവം നമ്മുടെ ഭവനങ്ങളില് നമ്മുടെ സ്ഥാപനങ്ങളിൽ പ്രിയപ്പെട്ടവരെ ഇന്ന് ഉണ്ട്. ആ ഈശോനെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. അത് നമ്മൾ പരിശുദ്ധാത്മാവോടെ നമ്മൾ സ്വീകരിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും യോഹന്നാൻ 6:63 ആത്മാവാണ് ജീവൻ നൽകുന്ന, ശരീരം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ പറഞ്ഞ വാക്കുകൾ ആത്മാവൻ ജീവനുമാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ സമയം ആത്മാവൻ ജീവനുമായ ആ ഈശോയെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ കൂടിയായിരിക്കാം. ജോയൽ പുറം 2-ാം അധ്യായം 28-ാം തിരുവചനം, ആ നാളുകളിൽ ഞാൻ എല്ലാവരുടെ മേലും എന്റെ ആത്മാവിനെ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ ഭർത്തന്മാർ സ്വപ്നങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ കാണും. പ്രിയപ്പെട്ടവരെ, ആ ഒരു കാലഘട്ടത്തിലേക്കാണ് നാം കടന്നിരിക്കുന്നത്. നാം ഇന്നായിരിക്കുമ്പോൾ ആ ജോയൽ പ്രവചനത്തിൽ പറയുന്ന പോലെ നമ്മുടെ മേലും പരിശുദ്ധാത്മാവിന്റെ വലിയൊരു അഭിഷേകം കടന്നു വരുവാനായിട്ട് നമുക്ക് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഇറങ്ങി വന്ന് ഞങ്ങളെ അഭിഷേകത നൽകണമേ. ഈ കാലഘട്ടത്തിൽ പുത്തൻ അഭിഷേകം നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ അതിരങ്ങൾ തുറന്ന് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പ്രിയ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്ന സ്വീകരണമാരെ ശക്തിപ്പെടുത്തി പോലെ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പന്തക്കുസ്താനാളിൽ സ്വീകരണമാരുടെ മേൽ അഗ്നി ജ്വാലകൾ പോലെ വന്ന് നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ മേൽ അഗ്നി ജ്വാലയേറ്റി നാവുകളായി ഇറങ്ങി ഞങ്ങളുടെ മേൽ വന്ന് ഞങ്ങളുടെ മാനുഷിക മാലിന്യങ്ങളെ കത്തിച്ചാമ്പല
മനസ്സിലാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഭാഷാപരമായ ഭാഷ വിചാരായതേ ഓ വിശുദ്ധാത്മാവേ വരണമേ വരണമേ അഭിഷേകത നൽകണമേ എന്ന് പ്രാർത്ഥിക്കുക. വേളയിൽ യേശുവിന്റെ പേര് പ്രാപിച്ചിരുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ പേര് നൽകി ഞങ്ങളെ അഭിഷേകത നൽകണമേ എന്ന് പ്രാർത്ഥിച്ചു. കരമടിച്ച് പാടാം. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്ന് നീ നിറയ്ക്കേണേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്ന് നീ നിറയ്ക്കേണേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്ന് നീ നിറയ്ക്കേണേ. ന്യായാധിപന്മാരുടെ പുസ്തകം 14-ാം അധ്യായം 6-ാം തിരുവചനം. പരിശുദ്ധാത്മാവ് ശക്തമായി സാംസണിൽ വന്ന് നിറഞ്ഞപ്പോൾ സാംസൺ ആട്ടിൻകുട്ടി എന്ന പോലെ സിംഹത്തെ ചീന്തി കളഞ്ഞു. ആ ഒരു സ്വർഗശക്തി, ആ ശക്തി നമ്മുടെ മേൽ വന്ന് ആഗോള പ്രാർത്ഥന നമ്മുടെ കരകളിൽ വരുന്ന കഴിച്ചു പാടാം. ഓ സർഗശക്തിയെ ശക്തി എന്നിൽ ലേഖനമേ, ഓ സർഗശക്തിയെ ശക്തി എന്നിൽ ലേഖനമേ, ദൈവസ്തുതി പാടിടാ എന്നിൽ സ്നേഹം നൽകണമേ, ദൈവസ്തുതി പാടിടാ എന്നിൽ സ്നേഹം നൽകണമേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ നിന്ന് നീ നിറയ്ക്കേണേ. 2-ാം അധ്യായം 3-4 കാണുന്നു. തീ ജ്വാലകളും നാവുകളായി തങ്ങളുടെ ഓരോരുത്തരെ പരിശുദ്ധാത്മാവ് വരുന്നുകൊണ്ട് അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. തുടരെ നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സ്ഥാപനങ്ങളായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകം നമ്മളേക്ക് ദാഹത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഓ സ്വർഗകനലേ നാവിലെന്നെ തൊടേണേ, ഓ സ്വർഗകനലേ നാവിലെന്നെ തൊടേണേ, യേശുനാമം പുണ്യനാമം നാവിലെന്നും ഘോഷിക്കാം, യേശുനാമം പുണ്യനാമം നാവിലെന്നും ഘോഷിക്കാം. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ ഇന്ന് നീ നിറയ്ക്കേണേ. സങ്കീർത്തനം 34:5 അവിടുത്തെ നമുക്ക് പ്രകാശനായി ദൈവാത്മാവിന്റെ പ്രകാശത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുവാനായിട്ട് ദൈവത്തോട് കൂടുതലായിരിക്കുന്ന പ്രകാശനാകുന്ന പരിശുദ്ധ അഭിഷേകം നൽകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗജ്യോതിസേ എൻ ആത്മാവിൽ തെളിയണമേ, ഓ സ്വർഗജ്യോതിസേ എൻ ആത്മാവിൽ തെളിയണമേ, എന്നോട് ചിന്ത ചെയ്തികളെല്ലാം നിന്നുടെ കൃപയാൽ നയിക്കണമേ, എന്നോട് ചിന്ത ചെയ്തികളെല്ലാം നിന്നുടെ കൃപയാൽ നയിക്കണമേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ നിന്ന് നീ നിറയ്ക്കേണേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ നിന്ന് നീ നിറയ്ക്കേണേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ നിന്ന് നീ നിറയ്ക്കേണേ. ഓ പാവനാത്മാവേ പരന്നിറങ്ങേണമേ, നിൻ വിശുദ്ധി എൻ ദേഹത്തിൽ നിന്ന് നീ നിറയ്ക്കേണേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സ്വർഗശക്തിയായി സ്വർഗജ്യോതിസായി സ്വർഗക്കനലായി നമ്മുടെ മേൽ ഇറങ്ങി വന്ന്
നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കരകളും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ആ പരിശുദ്ധാത്മാവ് നമുക്ക് ഒരു നിമിഷം നമുക്ക് അനുഭവിക്കാം. ആ പരിശുദ്ധാത്മാവോട് പറയാൻ ആഗ്രഹിക്കുന്നത് കേൾക്കുവാൻ നമുക്ക് നമ്മുടെ കാതുകളെയും നമ്മുടെ ഹൃദയങ്ങളെയും നമുക്ക് തുറന്നു കൊടുക്കാം. ആ പരിശുദ്ധാത്മാവൻ നമ്മുടെ മേൽ വസിക്കുവാനായിട്ടുള്ള ആ ഒരു സ്ഥലം നമുക്ക് ഒരുക്കി കൊടുത്തുകൊണ്ട് നമുക്ക് അല്പനേരം മൗനമായിട്ട് നമുക്ക് ഈ വലിയൊരു ആനന്ദം അനുഭവിക്കാം ഹൃദയത്തില്. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. പെന്റിക്കോസ്റ്റ് നൊവേനയുടെ 9ാമത്തെ ദിവസത്തേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുക. ഇന്ന് നമ്മുടെ പെന്റിക്കോസ്റ്റ് വിജിലാണ്. അപ്പൊ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ പെന്റിക്കോസ്റ്റ് നൊവേന നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾ കരുതുന്നു. ഒത്തിരി താങ്ക്സ് ഫോർ സ്റ്റേയിങ് വിത്ത് us. ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക ഒട്ടും എളുപ്പമായിരുന്നില്ല. കാരണം ഓരോ ദിവസത്തെ ഒരു 50-55 മിനിറ്റ് നേരത്തെ പ്രോഗ്രാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 10 മുതൽ 15 ക്ലിപ്പിംഗ്സ് പല ഭവനങ്ങളിൽ നിന്ന് റെക്കോർഡ് ചെയ്തു വന്നാണ് ഞങ്ങൾ ഒന്നിച്ചു ചേർത്ത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്തത്. കാരണം കോവിഡ് റെസ്ട്രിക്ഷൻസ് കാരണം നമുക്ക് ഒന്നിച്ചു വന്ന് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് കൊണ്ട്. അപ്പൊ ഇത് ചെയ്ത ടീമിന് എന്റെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ് അവരെ. അതുപോലെ നിങ്ങൾക്ക് പ്രത്യേകം നന്ദി പറയുന്നു. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നു. നിങ്ങൾ പലരും മുഴുവൻ ഈ 8 ദിവസത്തെ പ്രോഗ്രാം കൂടി പലരുടെയും സാക്ഷ്യങ്ങളുണ്ട്. അവർക്ക് ഒത്തിരി ഉപകാരപ്രദമായി, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്ന് പറഞ്ഞു. പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ചിലര് ഞങ്ങളോട് ചോദിച്ചു, ഇതിന് ശേഷം എന്താണ് ഇനി ഇതുപോലത്തെ പ്രോഗ്രാം? തീർച്ചയായിട്ടും ഞങ്ങൾ ഇതുപോലത്തെ കൂടുതൽ പ്രോഗ്രാം ഓൺലൈൻ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതിലൊരു പ്രോഗ്രാം ഞങ്ങൾ ഇപ്പോഴേ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷില് ഒരു ഓൺലൈൻ പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന സ്കൂൾ നടത്താനായിട്ട് ഒരു 15 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രവാചക മധ്യസ്ഥ പ്രാർത്ഥന കോഴ്സ് ഓൺലൈനായിട്ട് നടത്താൻ ആഗ്രഹിക്കുകയാണ്. അതിന്റെ പ്ലാനിങ് നടത്തി കഴിഞ്ഞ ഉടനെ ഈ യൂട്യൂബ് ചാനലിൽ അറിയിക്കുന്നതായിരിക്കും. നിങ്ങൾ യൂട്യൂബ് ചാനൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. ഇംഗ്ലീഷിൽ ചേരാൻ ആഗ്രഹിക്കുന്നവര് ഇതിനകത്ത് പങ്കുചേരുക. ഇത് യൂട്യൂബ് ചാനലിൽ അല്ലായിരിക്കും പോസ്റ്റ് ചെയ്യുന്നത്. ഇതിനുവേണ്ടി നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട്. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം ഈ ടീച്ചിങ്സ് എത്തിച്ചു തരിക. അപ്പൊ നിങ്ങളോട് നേരത്തെ പറഞ്ഞതുപോലെ ഈ ജീവൻ ജ്യോതി ആശ്രമം ഡൽഹി കരിസ്മാറ്റിക് നവീകരണത്തിന്റെ ധ്യാന കേന്ദ്രമാണ്. ഇത് ഡൽഹി ആർച്ച് ബിഷപ്പിന്റെ കീഴിൽ ഫരീദാബാദ് ആർച്ച് ബിഷപ്പിന്റെയും ഗുഡ്ഗാവ് ബിഷപ്പിന്റെയും പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹത്തോടു കൂടി ആണ് ഈ ജീവൻ ജ്യോതി ആശ്രമം ധ്യാന കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഈ ധ്യാന കേന്ദ്രത്തില് നിങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള സഹയോഗം ഈ സമയം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 3 മേഖലകളിൽ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാൻ സാധിക്കും. ഒന്ന്, ഈ ജീവൻ ജ്യോതി ആശ്രമത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനയിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. 2, നിങ്ങൾക്ക് സാധിക്കുന്നവര് വന്ന് ജീവൻ ജ്യോതി ആശ്രമത്തില് ഒരു രാത്രിയെങ്കിലും ഒരു പകലെങ്കിലും ഇരുന്ന് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ 7 ചാപ്പലുകളാണ് അവിടെ ഉള്ളത്. അവിടെ മധ്യസ്ഥ പ്രാർത്ഥനയുള്ള സൗകര്യമുണ്ട്. നിങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് താമസിച്ച് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെ വന്ന് ജീവൻ ജ്യോതി ആശ്രമത്തിൽ വന്നിരുന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ കൂടുതൽ മധ്യസ്ഥ പ്രാർത്ഥന ഉയരുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുക. 3ാമതായിട്ട് നിങ്ങളുടെ സാമ്പത്തിക സഹായവും അഭ്യർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൌണിന്റെ സമയത്ത് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം മുമ്പോട്ട് പോവുകയാണ്. അവിടെ ഗ്യാതറിംഗ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വൈദികര്, സിസ്റ്റേഴ്സ്, ബാക്കി എല്ലാവരും ഉണ്ട്. മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഈ പ്രോഗ്രാമുകളൊക്കെ ഞങ്ങൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പം ശരിക്കും നമുക്ക് ഒത്തിരി ഈ സമയത്ത് സാമ്പത്തിക സഹായത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ട് പോകാനായിട്ട് നിങ്ങളുടെ ദശാംശം തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങളെ കാണിക്കുന്നുണ്ട്. അപ്പൊ സാധിക്കുന്നവരൊക്കെ ഞങ്ങൾക്ക് സാമ്പത്തിക സഹായം കൂടി നൽകി ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് ഇന്നത്തെ അവസാനത്തെ ദിവസമാണല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ പ്രത്യേകമായിട്ടും നേരുന്നു. വലിയ ഒരു അഭിഷേകം, വലിയ ഒരു പുതിയ പെന്തക്കോസ്ത അനുഭവം, ശക്തമായൊരു പെന്തക്കോസ്ത അനുഭവം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ,
ബുരാരി ജീവൻ ജ്യോതി ആശ്രമത്തിൽ എല്ലാ വർഷവും പന്തക്കൊസ്താ തിരുനാളിന് ഒരുക്കമായിട്ടുള്ള പ്രാർത്ഥനകളും പന്തക്കൊസ്താ തിരുനാളിൻ്റെ ആഘോഷവും നടന്നു വരുന്നതാണ്. ഈ വർഷം അഗ്നി അഭിഷേകം എന്ന പേരിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പന്തക്കൊസ്താ തിരുനാളിൻ്റെ ആഗതമാകുന്ന ആ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും എല്ലാവർക്കും ഞാൻ സ്നേഹപൂർവ്വം ഭക്തിപൂർവ്വം നേരുന്നു. പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പരിശുദ്ധാത്മാവിനെ അറിയാനും പരിശുദ്ധാത്മാവിലൂടെ ഈശോയെ അറിയുവാനും ഈശോയിലൂടെ പിതാവിൻ്റെ അടുത്തെത്തുവാനും അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമായി മാറുവാനും ഈ ശുശ്രൂഷ ഉപകരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്തത് സഹായകനായിട്ടാണ്. ആ സഹായകൻ ആണ് നമ്മളെ ശക്തിപ്പെടുത്തുന്നത്. ആ സഹായകൻ്റെ ബലത്തിലാണ് നമ്മൾ വിശുദ്ധ രഹസ്യങ്ങളെ തിരിച്ചറിയുന്നതും ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തുന്നതും. ആ പരിശുദ്ധാത്മാവിനെ നമ്മൾ അറിയുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ തീനാവുകളുടെ രൂപത്തിൽ അവിടെ സമ്മേളിച്ചിരുന്നവരുടെ മുകളിൽ വന്നു നിൽക്കുന്നതായി കണ്ടു എന്നുള്ള വചനഭാഗത്തിലൂടെയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലവും അതിനെ തുടർന്നുള്ള പ്രവർത്തനങ്ങളും 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ശുശ്രൂഷയുടെ ഭാഗമായി ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. 2-ാമത്തെ അധ്യായത്തിൽ 3-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ എങ്ങനെയാണ് വായിക്കുന്നത്? അവർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ കൊടുങ്കാറ്റടിക്കുന്ന പോലെ വലിയൊരു ശബ്ദമുണ്ടായി, അത് ആ വീട് മുഴുവൻ നിറഞ്ഞു. ഒരുമിച്ച് കൂടുക എന്നുള്ളതിന് വലിയ പ്രസക്തിയുണ്ട്. ഈശോയുടെ പീഡാനുഭവത്തിനും മരണത്തിനും ശേഷം, സ്വർഗാരോഹണത്തിനു ശേഷം പരിശുദ്ധ അമ്മ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ നടപടി പുസ്തകത്തിൽ വായിക്കുന്നത്. പരിശുദ്ധ അമ്മ എവിടെയുണ്ടോ അവിടെ പരിശുദ്ധാത്മാവുണ്ട്. അപ്പോൾ ഒരർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെ ഏറ്റവും തീക്ഷ്ണതയോടെ സ്വീകരിക്കാൻ നമുക്ക് സഹായം ചോദിക്കാവുന്നത് പരിശുദ്ധ അമ്മയോട് തന്നെയാണ്. ആ പരിശുദ്ധ അമ്മ എന്താ ചെയ്തത്? ഒരുമിച്ച് കൂട്ടിയിരുന്നു. ഈ ഒരുമ എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മളുടെ ഒരുമ എന്ന് പറയുന്നത് ആദ്യത്തേത് ഗാർഹിക സഭയായ നമ്മുടെ വീട്ടിലാണ്. 2-ാമത്തേത് നമ്മുടെ സഭ സമ്മേളിക്കുന്ന ഇടവകയാണ്. 2 സഭയുടെ പിന്നെ രൂപതകളാണ്. പിന്നെ വിവിധ സഭകൾക്ക് വിവിധ സഭകളുടേതായിട്ടുള്ള ഓരോരോ സന്നാഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോരോ സമൂഹങ്ങളുണ്ട്, അല്ലെങ്കിൽ ഓരോ സംവിധാനങ്ങളുണ്ട്. ഓരോ സംവിധാനങ്ങളും ഓരോ സമൂഹത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഈ സമൂഹങ്ങളിലെല്ലാം നമുക്ക് ഒരുമയുണ്ടോ? ഒരുമയില്ലാത്തടത്ത് പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. കാരണം പരിശുദ്ധാത്മാവ് തരുന്നത് ശാന്തതയാണ്. ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ആ ഒച്ച കേൾക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ശാന്ത ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്വസ്ഥതയില്ല എന്നുണ്ടെങ്കിൽ, അവിടെ കോലാഹലമാണ് എന്നുണ്ടെങ്കിൽ, ഇടിമുഴക്കം പോലെയുള്ള ശബ്ദമുണ്ടായാലും നമ്മൾ തിരിച്ചറിയില്ല. അത് ഒരു വീടിനും ഉള്ളിൽ നിറയാൻ സാധിക്കില്ല, ഒരു ഭവനത്തിൽ നിറയാൻ സാധിക്കില്ല. അതുകൊണ്ട് പന്തക്കൊസ്താ തിരുനാളിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുമ്പോൾ എൻ്റെ മനസ്സിൽ വരുന്ന ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മുടെ ഭവനത്തിലാണേലും നമ്മുടെ ഇടവകയിലാണേലും നമ്മുടെ സഭകളിലാണെങ്കിലും സഭയ്ക്ക് തമ്മിലാണെങ്കിലും സമാധാനം ഉണ്ടാവണം, സ്വസ്ഥത ഉണ്ടാവണം, ഒരു ഒരുമയുണ്ടാവണം. നമ്മെ ഒരുമിപ്പിക്കുന്ന ഏക ഘടകമാണ്. നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ പേരിലാണ് ഇപ്രകാരം സഭയായിരിക്കുന്നത്. ആ സഭയുടെ ഉദ്ദേശം തന്നെ യേശു ക്രിസ്തുവിലേക്ക് നമ്മളെ നയിക്കുക എന്നുള്ളതാണ്, യേശു ക്രിസ്തുവിൽ എത്തിച്ചേർക്കുക എന്നുള്ളതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പ്രതിയാണ് നമ്മൾ ഒരുമിക്കുന്നത് എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഭിന്നിപ്പിന് അർത്ഥമില്ല. കാരണം നമ്മുടെ ഇടയിൽ ഭിന്നിപ്പോ മാത്സര്യമോ വൈരാഗ്യമോ വിദ്വേഷമോ അസൂയയോ ഒന്നും ഉണ്ടാവരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒന്നും ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല. അവിടെ ഒന്നും നമുക്ക് യേശുക്രിസ്തുവിന് വെളിപ്പെട്ട് കിട്ടുകയുമില്ല. അങ്ങനെയുള്ളപ്പോൾ ബലി പോലും അർപ്പിക്കേണ്ടെന്നല്ലേ ഈശോ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ പന്തക്കൊസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോൾ നമുക്കൊന്ന് ഒരുമിച്ചിരിക്കാനായിട്ട് ആ കൃപ കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് തന്നെ
ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളിലുള്ള അനൈക്യങ്ങളും ഞങ്ങളിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഞങ്ങളിലെ അസ്വസ്ഥതകളും ഞങ്ങൾ തമ്മിലുള്ള അസ്വസ്ഥതകളും ഒക്കെ ഒന്ന് മാറ്റി സ്വസ്ഥതയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്നേഹത്തോടെ, ആനന്ദത്തോടെ, കൃപയോടുകൂടി പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ തക്കവണ്ണം ഒരുമിച്ചിരിക്കാൻ ഞങ്ങളുടെ ഭവനങ്ങളെ ഒരുക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളും സഹോദരന്മാരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം ഒന്ന് മറന്ന് പുറത്ത് ഒരു കുടുംബം ഒരുമിച്ചിരിക്കാൻ, ഞങ്ങളുടെ ഇടവകയിലെ ആ വലിപ്പ ചെറുപ്പ വ്യത്യാസങ്ങളും മറ്റ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മറന്ന്, ഭിന്നതകളെല്ലാം മറന്ന് ഒന്ന് ക്ഷമിച്ച് മറന്ന് പുറത്ത് ഒരു ഇടവക സമൂഹം, പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹമാൻ ആ ഇടവകയെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ രൂപതകൾക്കുള്ളിൽ വന്നുകൂടിയിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ അസ്വസ്ഥതകളോ തെറ്റിദ്ധാരണകളോ എല്ലാം മാറ്റിയിട്ട് ഈശോയെ പ്രതി എല്ലാം മറക്കാനും പൊറുക്കാനും ഒരു പുതിയ ഒരു ഒരുമയുടെ സന്ദേശം ഞങ്ങൾക്ക് ലഭിക്കുവാനും ആ ഒരുമയുടെ ആ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ടാവാനും ആ ഒരുമയുടെ അനുഭവം വന്നു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സഭകളിൽ ഉള്ള അഭിപ്രായ വ്യത്യാസങ്ങളും അസ്വസ്ഥതകളും ഭിന്നിപ്പുകളും മാറ്റി സ്വസ്ഥതയും സമാധാനം തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം യേശു ക്രിസ്തുവിൻ്റെ ആത്മാവ് ഭിന്നിപ്പിൻ്റെ ആത്മാവല്ല, സ്വസ്ഥതയുടെ, സമാധാനത്തിൻ്റെ, ഐക്യത്തിൻ്റെ, അനുരഞ്ജനത്തിൻ്റെ ആത്മാവാണ്. ആ സന്ദേശമാണ് നമുക്ക് ഈ ലോകത്തോട് പരിശുദ്ധാത്മാവിൻ്റെ പന്തക്കുസ്ത തിരുനാളിൻ്റെ ആഘോഷമായിട്ട് നമുക്ക് ഈ ലോകത്തോട് പറയാനുള്ളത്. അവിടെ ഓരോരുത്തരുടെയും മേൽ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുന്നതായി കണ്ടു. അഗ്നിനാളത്തിൻ്റെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് നിൽക്കുന്നതായിട്ട് കണ്ടു എന്നാണ് പറഞ്ഞത്. ചിലരുടെ മേലല്ല, സഭയിൽ എല്ലാവരുടെയും മേലും പരിശുദ്ധാത്മാവിൻ്റെ ആ നിറവുണ്ടാവും. നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരുങ്ങി പ്രാർത്ഥിച്ചു കഴിയുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ ഇപ്രകാരമുള്ള ഒരു ലഭ്യത നമുക്കുണ്ടാവുക. ആ പരിശുദ്ധാത്മാവിനെ അപ്രകാരം സ്വീകരിച്ച് കഴിയുമ്പോഴാണ് നമുക്ക് വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ സാധിക്കുന്നത്. നമുക്കൊരു ഭാഷയെ അറിയാവുള്ളൂ, പക്ഷേ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ അനുഗ്രഹിക്കും. എന്തിനാണ് നമ്മൾ വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നത്? നമ്മൾ സംസാരിക്കുന്ന വിവിധ ഭാഷകൾ എന്ന് പറയുന്നത് നമ്മളെ ശ്രവിക്കുന്ന ആളുകൾ വിവിധ സ്വഭാവക്കാരാണ്, വിവിധ തരക്കാരാണ്, വിവിധ ഭാഷകളിൽ സംസാരിക്കുന്നവരാണ്, വിവിധ പ്രകൃതക്കാരാണ്, വിവിധ സമൂഹങ്ങളിൽപ്പെട്ടവരാണ്. പക്ഷെ അവരവരുടെ ജീവിത അന്തസ്സിന് യോജിച്ച വിധത്തിൽ നമുക്ക് യേശു ക്രിസ്തുവിനെ അവർക്ക് നൽകാൻ തക്കവണ്ണം അവർക്ക് ലഭിക്കേണ്ട പരിശുദ്ധാത്മാവിനെ, അവർക്ക് ലഭിക്കേണ്ട ആ ഒരു സ്വീകാര്യതയെ ദ്യോതിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പല ഭാഷകളിൽ സംസാരിക്കാൻ വരുന്നതിൻ്റെ ഒരു ഉദ്ദേശം. ഭാഷാവരം എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു വരം തന്നെയാണ്. ആ ഭാഷാവരത്തിലൂടെ മറുഭാഷയിലൂടെ പ്രാർത്ഥിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കും. വ്യാഖ്യാനിക്കാൻ കഴിയണമെന്ന് മാത്രമേ ഉള്ളൂ. വ്യാഖ്യാനിക്കാൻ കഴിയേണ്ടത് അത്ഭുതങ്ങളെയും അടയാളങ്ങളെയുമാണ്. കർത്താവായ ഈശോ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിനെ ഇപ്രകാരം സ്വീകരിച്ച് പ്രസംഗിക്കുന്ന കേട്ട ഒരു സമൂഹത്തോട് പത്രോസ്ലേ എഴുന്നേറ്റ് പറയുന്നത്, ജോയൽ പ്രവാചകനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പത്രോസ്ലേ പറയുന്നത്, ഇപ്രകാരം പശ്ചാത്തപിച്ച് യേശുവിൻ്റെ സ്നാനം സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പുത്രിപുത്രന്മാർ പ്രവചിക്കും, നമ്മുടെ യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാവും, വൃദ്ധന്മാർ സ്വപ്നം കാണും. 3 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മുടെ പുത്രിപുത്രന്മാർ ഇന്ന് പ്രവചിക്കുന്നുണ്ടോ? അവർക്ക് എന്തുകൊണ്ടാണ് പ്രവചിക്കാൻ സാധിക്കാത്തത്? അവരുടെ മുമ്പിൽ പ്രവാചകരെ അവർക്ക് കാണാൻ കഴിയുന്നില്ല. പ്രവാചകരെ സംബന്ധിച്ച് വ്യക്തമായ പല സൂചനകൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട് എന്നുണ്ടെങ്കിലും ഒരു പ്രധാനപ്പെട്ട സൂചന ഈ കാലഘട്ടത്തിൽ എനിക്ക് പറയാൻ തോന്നിച്ചത് യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണ്. പ്രവാചകന്മാർ, യേശു ക്രിസ്തുവിനെ മാതൃക സ്വീകരിച്ച പ്രവാചകന്മാരെല്ലാവരും ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃകകളായിരുന്നു എന്നാണ്. യേശുവിൻ്റെ പ്രവാചകന്മാരെല്ലാവരും ക്ഷമയുടെയും സഹനത്തിൻ്റെയും മാതൃകകളായിരുന്നു. അപ്രകാരമുള്ള ക്ഷമയുടെയും സഹനത്തിൻ്റെയും മുമ്പേ പറക്കുന്ന പക്ഷികളാകുന്ന പ്രവാചകന്മാരെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് ഒരു കാരണം നമ്മുടെ യുവാക്കന്മാർക്ക് ഇന്ന് പ്രവചിക്കാൻ കഴിയാത്തത്, നമ്മുടെ പുത്രന്മാർക്ക് പ്രവചിക്കാൻ കഴിയാത്തത്. നമ്മുടെ യുവാക്കന്മാർക്ക് ദർശനങ്ങൾ ഉണ്ടാവണ്ടേ? ദർശനങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവർക്ക് തന്നെ
ഒരു കാഴ്ചപ്പാട്, യഥാർത്ഥത്തിലുള്ള വ്യക്തവും ശക്തവുമായിട്ടുള്ള ബോധ്യങ്ങളുണ്ടാവണ്ടേ. ബോധ്യങ്ങളുള്ളിടത്തല്ലേ കാഴ്ചപ്പാടുണ്ടാവുകയുള്ളൂ, ദർശനം ഉണ്ടാവുകയുള്ളൂ. നമ്മുടെ വൃദ്ധന്മാർക്ക്, നമ്മുടെ സമൂഹത്തിലുള്ളവർക്ക് സ്വപ്നങ്ങൾ കാണാൻ കഴിയണ്ടേ. എന്താ അവർ കാണേണ്ട സ്വപ്നം? വൃദ്ധന്മാരുടെ സ്വപ്നം എന്താ? നിത്യ സൗഭാഗ്യത്തെക്കുറിച്ചുള്ള സ്വപ്നമാണ്. ആ നിത്യതയിലെക്കുറിച്ചുള്ള സ്വപ്നത്തെക്കുറിച്ച് അവർക്ക് സ്വപ്നം കാണാൻ തക്കവണ്ണം നമുക്ക് അവരെ ആ തരത്തിൽ ആത്മീയമായിട്ട് ഒരുക്കാൻ കഴിയുന്നുണ്ട്. ആ തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ, സ്വപ്നം കാണാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്, ദർശനം കാണാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്, പ്രവചിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിനെ നമുക്ക് നമ്മുടെ സഭയിൽ കൊടുക്കണ്ടേ, നമ്മുടെ സമൂഹത്തിൽ കൊടുക്കണ്ടേ. അത് കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ ഒരുങ്ങണ്ടേ. നമ്മൾ ഒരുങ്ങിയാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്രകാരം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ആ സമൂഹത്തിൽ പിന്നീടാണ് ആദിമ ക്രൈസ്തവ സമൂഹത്തെക്കുറിച്ച്, അങ്ങനെ സ്വീകരിച്ച പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ് ഒരു ക്രൈസ്തവ സമൂഹമായിട്ട് രൂപം കൊള്ളുന്നത്. ആ സമൂഹത്തിൽ ഒട്ടേറെ പ്രത്യേകതകളുണ്ടായിരുന്നു. വളരെ പ്രത്യേകമായ ഒരു സവിശേഷത എന്ന് പറയുന്നത്, അവരുടെ ഇടയിൽ മുട്ടുപാട് ഉള്ളവരാരും ഉണ്ടായിരുന്നില്ല. കാരണം അവർ തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതിയിരുന്നു എന്നാണ്. തങ്ങൾക്കുള്ളതെല്ലാം പൊതുവായി കരുതുന്ന ഒരു സമൂഹം, അത് പങ്കുവെക്കലിൻ്റെ സമൂഹമാണ്. പങ്കുചേരാൻ കാണിക്കുന്ന ഒരു മനസ്ഥിതിയാണത്. പങ്ക് എടുക്കാൻ കാണിക്കുന്ന ഒരു സഹനത്തിൻ്റെ സന്നദ്ധതയാണ്. പങ്കുചേരാനും പങ്കെടുക്കാനും പങ്കുവയ്ക്കാനും കഴിയുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. അതാണ് ആദിമ ക്രൈസ്തവ സമൂഹം. ആ സമൂഹത്തിലാണ് പ്രബോധനവും പ്രാർത്ഥനയും അപ്പം മുറിക്കലും കൂട്ടായ്മയും ഉണ്ടായിരുന്നത്. അപ്രകാരം തങ്ങളുടേതായ സ്വന്തമായി ഒന്നുമില്ല എന്ന് തിരിച്ചറിയുകയും എല്ലാം ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് വിനിയോഗം ചെയ്യുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യസ്ഥത മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരു സമൂഹത്തിലാണ് യഥാർത്ഥത്തിലുള്ള പങ്കുവയ്പ് നടന്നത്. അപ്പോൾ ആത്മീയവും ഭൗതികവുമായ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന ഒരു സ്വതന്ത്രവും സ്വസ്ഥവും സുന്ദരവുമായ ഒരു കൂട്ടായ്മ ആദിമ ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നു. ക്രൈസ്തവരുടെ കുറിച്ചുള്ള വലിയൊരു സാക്ഷ്യം അതായിരുന്നു. അവർ സ്തുതിച്ചപ്പോഴാണ് ജനങ്ങൾ ഈ ഈശോയെ തിരിച്ചറിയുന്നത്. അങ്ങനെ അവരുടെ സാക്ഷ്യമാണ് വന്നുകൂടാൻ അവരെ സഹായിച്ചത്. ആരെയും പിടിച്ചു ചേർത്തതല്ല, ആരെയും വിളിച്ചു ചേർത്തതല്ല, ഒരു സംഘടന എന്നുള്ള മാതിരി ആരെയും കൂട്ടിച്ചേർത്തതൊന്നുമല്ല ആദിമ ക്രൈസ്തവ സമൂഹം. ഈ പ്രാർത്ഥനയും പ്രബോധനവും കൂട്ടായ്മയും അപ്പം മുറിക്കലും വഴിയായിട്ട് താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒരുമിച്ചുകൂടി ഹൃദയലാളിത്യത്തോടും വിശുദ്ധിയോടും കൂടി അവർ ജീവിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ അവർ അപ്രകാരം ജീവിക്കുന്നതിന് അവരെ സഹായിക്കുന്ന പ്രേരണ എന്താണ് എന്നും അതിൻ്റെ പിന്നിലുള്ള ശക്തി എന്താണ് എന്ന് തിരിച്ചറിഞ്ഞു. അതന്വേഷിച്ച ജനം ഇപ്രകാരം ദൈവത്തെ സ്തുതിക്കുന്ന കണ്ടിട്ട് അവരെ മനസ്സിനെ നിർമ്മലമാക്കി, ഹൃദയത്തെ വെടിപ്പാക്കി, സ്വസ്ഥതയോടെ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ പ്രതി മറ്റുള്ളവരെ സ്നേഹിക്കാനും മറ്റുള്ളവരുമായി സ്നേഹം പങ്കുവെക്കാനുമായിട്ടുള്ള ഒരു നടപടി അവരുടെ ഭാഗത്തുണ്ടായപ്പോൾ, അതാണ് നടപടി. ആ നടപടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഒരു നല്ലൊരു ക്രൈസ്തവ സമൂഹം രൂപപ്പെട്ടു. ഇപ്രകാരം ഒരു ക്രൈസ്തവ സമൂഹം രൂപപ്പെടുത്താനാണ് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നത്. മഹാത്മാഗാന്ധിജി പറഞ്ഞില്ലേ, ജീവിതമാണ് സന്ദേശമെന്ന്. നമ്മുടെ ക്രൈസ്തവ ജീവിതമാണ് നമ്മുടെ യേശുവിനെ കുറിച്ചുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്രകാരം ഒരു പൊതു സാക്ഷ്യം കണ്ടിട്ട് ക്രിസ്തുവിനെ അന്വേഷിക്കാൻ ഇന്ന് നമ്മുടെ ആളുകൾക്ക് കഴിയുന്നുണ്ട്. പരിശുദ്ധാത്മാവ് വേദനയോട് നമ്മോട് ചോദിക്കുന്നു, ഇങ്ങനെയാണോ നമ്മൾ യേശുവിന് സാക്ഷ്യം വഹിക്കുന്നത് എന്ന്. ഇപ്രകാരമുള്ളൊരു സാക്ഷ്യം കണ്ടിട്ട് ആരെങ്കിലും നമ്മിലൂടെ നമ്മുടെ ഒരു ജീവിതം കണ്ടിട്ട്, വ്യക്തിപരമായ ജീവിതം കണ്ടിട്ട്, അല്ലെങ്കിൽ ഒരു പൊതുജീവിതം, സഭയുടെ പൊതുജീവിതം കണ്ടിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതം കണ്ടിട്ട് ഇന്ന് ഈശോയെ അന്വേഷിക്കുമോ? നമ്മളിവിടെ ആർക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ വേദനിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കുറിച്ച് നമ്മൾ പ്രസംഗിക്കുന്നതിലോ പരിശുദ്ധാത്മാവിനെ ആശ്വാസദായകനായി സ്വീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ? ഈ ആശ്വാസദായകനായി നമ്മൾ സ്വീകരിക്കുന്ന പരിശുദ്ധാത്മാവ് ആശ്വാസമേകുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുന്നു. ഈ ആശ്വാസം ഏകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു തിരിച്ചറിവുണ്ടാവണം. അതുകൊണ്ടാണ് പത്രോസ് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്, നിങ്ങൾ പശ്ചാത്തപിക്കുന്നത്. നമ്മളെപ്പോഴും നവീകരണത്തെക്കുറിച്ച് പറയുന്നില്ലേ? ആയിരിക്കുന്നതിൽ നിന്നും ആയിരിക്കേണ്ടതിലേക്കുള്ള മാറ്റമാണ് യഥാർത്ഥത്തിൽ നവീകരണം എന്ന് പറയുന്നത്. പക്ഷേ ആയിരിക്കുന്നത് ഉപേക്ഷിക്കാതെ ആയിരിക്കുന്നതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയില്ല. ആയിരിക്കുന്നത് ഉപേക്ഷിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് യഥാർത്ഥത്തിലുള്ള മാനസാന്തരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ആയിരിക്കുന്നത് ഉപേക്ഷിക്കാതെ ആയിത്തീരേണ്ടതിലേക്ക് നമുക്ക് ജനത്തെ നയിക്കാനാവില്ല. അത് വെറും പ്രസംഗം മാത്രമേ ഉള്ളൂ.
അത് നമുക്ക് പറഞ്ഞു കൊടുക്കാം, പക്ഷെ പകർന്നു കൊടുക്കാനാവില്ല. യേശുവിനെ പറഞ്ഞു കൊടുക്കാനല്ല നമ്മളെ സാക്ഷികളാവാൻ വിളിച്ചിരിക്കുന്നത്, യേശുവിനെ പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ പകർന്നു കൊടുക്കാൻ പ്രവാചക ധീരതയുള്ള ആ ഒരു ജീവിതം വേണം. സഭ ഒരു പ്രവാചക ദൗത്യം നിറവേറ്റുന്ന സഭയാവണം, ഒരു കുടുംബമാവണം, ഞാനാവുന്ന ഓരോ വ്യക്തികളുമാവണം. അങ്ങനെ എന്നെ കണ്ടിട്ട്, എൻ്റെ ജീവിതം കണ്ടിട്ട്, എൻ്റെ കുടുംബത്തിൻ്റെ ജീവിതം കണ്ടിട്ട്, എൻ്റെ സഭയുടെ ജീവിതം കണ്ടിട്ട്, ഈ സഭയിലും കുടുംബത്തിലും എന്നിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത് കണ്ടിട്ട് ഈ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ ദാഹിക്കുന്ന നമ്മുടെ ഒരു അയൽക്കാരനെ, നമ്മുടെ ചുറ്റുപാടുകളെ, ഒരു സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. അവർ യേശുവിനെ അന്വേഷിക്കും. അതുകൊണ്ടാണ് യേശുവിനെ ഏറ്റുപറയുക എന്ന് പറയുന്നത്. അപ്പോൾ ആയിരിക്കുന്നതിനെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് ആയിരിക്കേണ്ടതിലേക്ക് യാത്ര നമുക്ക് ചെയ്യാൻ സാധിക്കണം. സിയന്നായാലും വിശുദ്ധ കത്രീന പറയുന്നില്ലേ, നീ ആയിരിക്കേണ്ടത് എന്താണോ നീ അതായിത്തീരുമ്പോൾ നീ ഈ ലോകത്തിന് വലിയൊരു യു ക്യാൻ സെറ്റ് അബ്ലൈസ് എന്ന് പറയാം. നമുക്ക് ഈ ലോകത്തെ അത്രമാത്രം കത്തിക്കാൻ പറ്റും. പരിശുദ്ധാത്മാവാകുന്ന അഗ്നി എന്നിലേക്ക് വന്നിരിക്കുന്നത് എന്നിൽ ഒരു രൂപപ്പെടുത്തുന്ന ഊർജമായി മാറാൻ വേണ്ടിയിട്ടാണ്. എന്നെ മാറ്റിയെടുക്കണം, എന്നെ നീ മാറ്റണമേ എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മൾ സമർപ്പിക്കുന്നില്ലേ, പൂർണ്ണമായി മാറ്റണമേ, അങ്ങേതായി മാറ്റണമേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പാടുകയല്ല. ഹൃദയത്തിൽ എഴുന്നള്ളി വരുന്ന ഈശോ ഹൃദയത്തിൽ മാത്രമല്ല ജീവിതത്തിൽ ഇടപെടാൻ നമ്മൾ അനുവദിക്കുമ്പോൾ മാത്രമേ സാധ്യമാവുകയുള്ളൂ. ജീവിതത്തിൽ ഇടപെടുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ അഴിച്ചു പണിയാനായിട്ടും നമുക്ക് ഈ ആയിരിക്കുന്നത് ഉപേക്ഷിച്ചിട്ട് തിരിച്ച് നടക്കാനായിട്ടും സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിലുള്ള മാനസാന്തരം എന്ന് പറയുന്നത് ഈസ് നോട്ട് ടേണിങ് അവേ ഫ്രം സിൻ, ഈസ് ഓൾസോ വാക്കിംഗ് ടുവേർഡ്സ് ഗോഡ്. നമുക്ക് ഈ ആയിരിക്കുന്ന അവസ്ഥയെ ഉപേക്ഷിച്ചിട്ട് ആയിരിക്കേണ്ട അവസ്ഥയിലേക്കുള്ള നടപ്പുകളുടെ കൂടിയാണ്. ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തിലേക്ക് നടന്നെടുക്കാൻ ഭാഗത്തിന് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരും. ഈ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളുള്ള പഴയ തന്നെ നമുക്ക് ഈ ഈശോയ്ക്ക് നിരക്കാത്ത ഒന്നിനെയും ജീവിതത്തിൽ അവശേഷിപ്പിക്കാതെ എല്ലാത്തിനെയും കത്തിച്ചാമ്പലാക്കും, കത്തിച്ച് കളയണം. പരിശുദ്ധാത്മാവ് അഗ്നിയായിട്ട് വന്നിച്ച് നമ്മളിലുള്ള പഴയ മനുഷ്യനെ കത്തിച്ച് കളയാൻ നമ്മൾ അനുവദിക്കണം. എന്നിട്ട് ആ ഊർജത്തിൽ നിന്നും പുതിയൊരു ഊർജം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. അപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമുക്കൊരു പുതിയ മനുഷ്യനായി തീരാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പുതിയ ആകാശവും പുതിയ ഭൂമിയും ദർശിക്കണ്ടേ? പുതിയ ആകാശവും പുതിയ ഭൂമിയും ദർശിക്കണമെന്നുണ്ടെങ്കിൽ പഴയ മനുഷ്യനോട് കൂടി അവിടെ ചെല്ലാൻ സാധിക്കുകയില്ല. പഴയ മനുഷ്യനെ പൂർണ്ണമായും നമുക്ക് ഉരിഞ്ഞു കളയുമ്പോൾ മാത്രമേ പുതിയ മനുഷ്യനെ ധരിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. നമ്മുടെ ചെവികൾ തുറന്ന് നമുക്ക് കേൾക്കണം. നമ്മൾ ആവശ്യപ്പെടുന്ന ചില മാറ്റങ്ങളുണ്ട്. ഈ മാറ്റങ്ങളുടെ ഒരു സൂചനയാണ് പത്രോസ്ലിയ സുന്ദരകവാടത്തിൽ ചെന്നിട്ട് പറയുന്നത്. അവിടെ ഭിക്ഷയാചിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പത്രോസ്ലിയ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ എൻ്റെ നേരെ, ആദ്യം പറയുന്നത് എൻ്റെ നേരെ നോക്കാനാണ്. ലുക്ക് അറ്റ് us, ഞങ്ങളുടെ നേരെ നോക്കുക. നമുക്കൊന്ന് നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തോട്, യേശുക്രിസ്തുവിനെ അറിയാത്ത ഒരു സമൂഹത്തോട് നമുക്ക് പറയാൻ സാധിക്കും, ചങ്കൂറ്റത്തോടെ പറയാൻ സാധിക്കും, ഞങ്ങളുടെ നേരെ നോക്കുക. എന്നിട്ട് ഞങ്ങളിൽ സ്വർണമോ വെള്ളിയോ ഇല്ല. സ്വർണമോ വെള്ളിയോ എന്നുള്ള സമ്പത്ത് മാത്രമല്ല, എൻ്റെ ഉള്ളിലുള്ള യേശുവിന് നിരക്കാത്തതൊന്നും എന്നിലില്ല എന്നാണ് എൻ്റെ അർത്ഥം. പത്രോസ്ലിയ ചങ്കൂറ്റത്തോടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങളുടെ നേരെ നോക്കുക. സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. അതെന്താണ്? അത് കർത്താവായ യേശു. ആ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിനക്ക് സൗഖ്യം തരാം. അപ്പം നമ്മൾ ഇന്ന് കൊടുക്കുന്ന സൗഖ്യത്തിൻ്റെ പൂർണ്ണത, രക്ഷയിലേക്കുള്ള പൂർണ്ണത വരാത്തതിൻ്റെ ഒരു കാരണം നമ്മളിൽ എന്തൊക്കെയോ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരെ നോക്കി എന്തില്ല എന്ന് ദൈവത്തിൻ്റെ മുമ്പായും ലോകത്തിൻ്റെ മുമ്പായും നമ്മെ തുറന്ന് കാണിച്ചിട്ട് എന്താണ് ഉള്ളത് എന്ന് പറയാൻ കഴിഞ്ഞാൽ ആ യേശുവിനെ ജനങ്ങൾ സ്വീകരിക്കുകയും ആ യേശുവിലൂടെ നമുക്ക് രക്ഷ പൂർണ്ണമാവുകയും അവർക്കും ഉൾപ്പെടെ രക്ഷ പൂർണ്ണമാവുകയും ചെയ്യും. ഇതാണ് പത്രോസ്ലിയ പറഞ്ഞ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഭൂമിയിൽ കാണാൻ കഴിയുന്ന അടയാളങ്ങൾ. നമുക്ക് ധാരാളം അടയാളങ്ങൾ കാണാൻ കഴിയുന്നില്ലേ? പക്ഷേ അടയാളങ്ങളെ നമുക്ക് വ്യാഖ്യാനിക്കാൻ താല്പര്യമില്ലെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരുപക്ഷെ വ്യാഖ്യാനിക്കുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ സുഖമുള്ള വ്യാഖ്യാനങ്ങൾ മാത്രമേ നമ്മൾ സ്വീകരിക്കുന്നുള്ളൂ. ഈ അടയാളങ്ങൾ ധാരാളം ദൈവം നമുക്ക് ഭൂമിയിലേക്ക് അയക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും ധാരാളം അടയാളങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ദർശനങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ദർശനങ്ങളല്ല നമുക്ക് പ്രധാനപ്പെട്ടത്, അടയാളങ്ങളാണ്. അടയാളങ്ങൾ പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാരണം
അടയാളങ്ങൾ നമ്മളെ ഒരു സൂചനയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. എനിക്ക് അടയാളം തരുന്നത് എന്നെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അടയാളത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എൻ്റെ നടപടികൾ തിരുത്താനും എൻ്റെ വഴികൾ നേരെയാക്കാനും നമുക്ക് കഴിയണം. ഇതാണ് നമ്മളോട് യോഹന്നാൻ മാന്താനം എന്ന് പറയുന്ന ജോൺ ദ ബാപ്റ്റിസ്റ്റ് നമ്മളോട് പറഞ്ഞത്. നമുക്ക് മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയണം. നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാവേണ്ടത് ഒരു പുതിയ ജീവിതമാണ്. പുതിയ ജീവിതമാണെങ്കിൽ ആ പുതിയ ജീവിതത്തിനനുസരിച്ചുള്ള നടപടികൾ, മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാവണം. ആ മാറ്റം കാണാം ഇന്ന് ലോകം കൊതിക്കുന്നു. ക്രിസ്ത്യാനിയിൽ ആ മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ ക്രിസ്തുവിന് അവനൊരു സാക്ഷ്യം. ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ ജീവിതമാണ്. ആ ജീവിതം ഒരു സന്ദേശമായി മാറിക്കഴിയുമ്പോൾ ക്രിസ്തുവിനെ എനിക്ക് ലോകത്തിന് കൊടുത്തെന്ന് പറയാൻ കഴിയും. യഥാർത്ഥത്തിലുള്ള സുവിശേഷവൽക്കരണം അതാണ്. എന്നിലൂടെ യേശു ഈ ഭൂമുഖത്ത് പകരപ്പെടണം. എന്നിലൂടെ യേശു ഈ ലോകത്ത് അറിയപ്പെടണം. എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷകളിലൂടെ, ഞാൻ ഏർപ്പെടുന്ന നടപടികളിലൂടെ, ഞാൻ നടത്തുന്ന സംസാരങ്ങളിലൂടെ, എനിക്ക് തന്നിട്ടുള്ള സ്ഥാനമാനങ്ങളുടെ നിർവഹണത്തിലൂടെ, സുത്യർഹമായ നിർവഹണത്തിലൂടെ അവിടെയെല്ലാം യേശു ഈ ലോകത്ത് അറിയപ്പെടണം. അവയുടെ യഥാർത്ഥത്തിലുള്ള വിശുദ്ധവും നിർമ്മലമായ ഒരു നിർവഹണത്തിലൂടെ. അത് നടക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ മനസാക്ഷി നിർമ്മലമാവുകയും ഹൃദയം വെടിപ്പാക്കുകയും ചെയ്യണം. നിർമ്മലമായൊരു മനസാക്ഷിയിലും വെടിപ്പാക്കപ്പെട്ട ഒരു ഹൃദയത്തിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പുതിയ ഫലങ്ങൾ പുറപ്പെടുവിക്കും. മാനസാന്തരം നമുക്ക് സംഭവിച്ചുവെന്നും ആ മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങളാണ് ഇനി എന്നിൽ നിന്നും പുറപ്പെടുക എന്നുള്ളത്. അതെൻ്റെ വാക്കാവാം, എൻ്റെ പ്രവൃത്തിയാവാം, എൻ്റെ പെരുമാറ്റമാവാം, എൻ്റെ സംസർഗങ്ങളാവാം. അവിടെയെല്ലാം ആ മാറ്റം കാണാൻ ഈ ലോകത്തിന് കഴിയട്ടെ. ആ മാറ്റത്തിലൂടെ എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുവെന്നും ആ പരിശുദ്ധാത്മാവിനെ ഈ ലോകത്തിന് സ്വീകരിക്കാൻ അവർക്ക് ദാഹം ഉണ്ടാവട്ടെ. അതാണ് യേശു നമ്മോട് പറഞ്ഞ പരിശുദ്ധാത്മാവ് എന്നിൽ വന്നു കഴിയുമ്പോൾ ഞാൻ ശക്തി പ്രാപിക്കുകയും ഞാൻ യേശുവിനെ ഈ ലോകത്ത് ഏറ്റുപറയുകയും ചെയ്യുക എന്ന് പറയുന്നു. അപ്രകാരം യേശുവിനെ ഏറ്റുപറയുവാൻ നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് തന്നെ നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവൻ ജ്യോതി ആശ്രമത്തിൻ്റെ അർത്ഥം തന്നെ ജീവൻ്റെ ജ്യോതി എന്നാണ്. ജീവൻ എന്ന് പറയുന്നത് യേശുവാണ്. ആ യേശുവാവുന്ന ജീവൻ നമുക്ക് പൂർണ്ണമായി അനുഭവിച്ചറിയാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവിൽ വന്നു കഴിയുമ്പോഴാണ്. അപ്പോഴാണ് സത്യത്തിൻ്റെ പൂർണ്ണത, സത്യമാവുന്ന യേശുവിൻ്റെ പൂർണ്ണത ഞാൻ അനുഭവിക്കുന്ന അപ്പോഴാണ്. ആ പൂർണ്ണത അനുഭവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഈ ജീവൻ ജ്യോതി ആശ്രമത്തിന് നന്ദി പറയുന്നു. ഈ അഗ്നി അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പരിശുദ്ധാത്മാവെന്ന അഗ്നി എന്നിൽ കത്തുവാനും എന്നിൽ കത്തിപ്പടരുവാനും അങ്ങനെ എന്നിൽ കത്തിപ്പടരുന്ന അഗ്നിയിലൂടെ ഈ ലോകത്തിന് യേശു ക്രിസ്തുവിനെ തിരിച്ചറിയുവാനും സഹായകമാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ഈ പന്തക്കുസ്ത തിരുനാളിൻ്റെ മംഗളങ്ങൾ ഈ ജീവൻ ജ്യോതി ആശ്രമത്തിൻ്റെ അഗ്നി അഭിഷേക ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പേര് പ്രിൻസ്. കോട്ടയം ജില്ലയിൽ വാകത്താനത്താണ് എൻ്റെ വീട്. വിദ്യാഭ്യാസ കാലഘട്ടം പൂർത്തിയാക്കി 19 വയസ്സോടുകൂടി ഞാൻ ഗൾഫിൽ പോകാൻ ഉള്ള ശ്രമത്തിൻ്റെ ഫലമായിട്ട് ബോംബെയിലെത്തി. ബോംബെയിൽ പ്രായക്കുറവ് മൂലം സൗദി അറേബ്യയ്ക്ക് പോകാൻ സാധിക്കാതെ 2 വർഷക്കാലം ബോംബെയിൽ ജീവിക്കേണ്ട വന്നു. ആ ബോംബെ വാസം ഒത്തിരി അപകടങ്ങളിലും വലിയ വലിയ കെണികളിലുമൊക്കെ പോയി വീണ് അതിൻ്റെ ഫലമായിട്ട് നാട്ടിൽ നിന്നും രാജ്യത്തു നിന്നും പുറന്തള്ളപ്പെട്ട ഒരവസ്ഥ, രാജ്യത്ത് കയറാൻ പറ്റാത്ത ഒരവസ്ഥ. അങ്ങനെയാണ് സൗദി അറേബ്യയിലെത്തുന്നത്. 2 വർഷക്കാലം സൗദി അറേബ്യയിൽ ജോലി ചെയ്തു. അതിനുശേഷം ദുബായിലെത്തി. ദുബായിൽ ആദ്യം ഡ്രൈവർ കം സെയിൽസ്മാനായിട്ട് ഒരു ചെറിയ ജോലി കിട്ടി. സന്തോഷത്തോടെ ആ ജോലി സ്വീകരിച്ചു. 2 വർഷക്കാലം ആ ജോലി ചെയ്തു. ഈ ഗൾഫ് ജീവിതത്തിൻ്റെ ഇടയിലാണ് ദൈവാശ്രയം എന്നിൽ ചെറുതായിട്ട് രൂപപ്പെടുന്നത്. ദൈവത്തിൽ ആശ്രയിക്കണം, കർത്താവിനോട് ചേർന്ന് നിൽക്കണം എന്നുള്ള ഒരു തോന്നൽ എന്നിൽ രൂപപ്പെടുവാൻ തുടങ്ങി. ആ സമയത്താണ് ഞാൻ ദുബൈയിലുള്ള ജോർജ് ചേട്ടനെയും റോസ്മേരി ചേച്ചിയെയും പരിചയപ്പെടുന്നത്. അവരുമായിട്ടുള്ള സമ്പർക്കം മൂലം ആത്മീയമായിട്ട് ഒരു നല്ല പ്രചോദനം
എനിക്ക് വന്നു. അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരമാണ് ആദ്യമായിട്ട് ഞാൻ ആരും അറിയാതെ കോട്ടയിൽ ഒരു ധ്യാനം കൂടാൻ പോകുന്നത്. അവരെന്നോട് പറഞ്ഞു വിട്ടിരുന്നു, കോട്ടയിൽ ചെല്ലുമ്പോൾ നീ എങ്ങനെയെങ്കിലും പനക്കലച്ചനെ കാണണം, ഞങ്ങൾ പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ കോട്ടയിൽ അന്ന് ആ സമയത്തൊക്കെ 10,000-15,000 പേര് ധ്യാനം കൂടാൻ വരുമായിരുന്നു. പനക്കലച്ചനെ കാണുക എന്ന് പറയുന്നത് ഒരു വലിയൊരു പ്രൊജക്റ്റായിരുന്നു. കാരണം ഞാൻ ഒരു പ്രാവശ്യം പോയി നോക്കി, വെളുപ്പിനെ 2 മണി വരെയുള്ള ലൈനുണ്ട് അവിടെ. അപ്പം അങ്ങനെയൊന്നും നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അതിന് മെനക്കെടാതെ വീണ്ടും അടുത്ത ദിവസവും ധ്യാനത്തിൽ പങ്കെടുത്തു. 3-ാമത്തെ ദിവസം കൗൺസിലിംഗ് ഒക്കെ കഴിഞ്ഞ് ആകെ നിരാശനായി. വലിയ വലിയ നൂലാമാലകൾ, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വലിയ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള ഒരു കൗൺസിലിംഗ് കൂടെ കിട്ടിയപ്പോൾ ആകെ വിഷമമായി. ഇനി എങ്ങനെ പനക്കലച്ചനെ കാണാനാണ്? എൻ്റെ ഈശോയെ, നീ വിചാരിച്ചാൽ മാത്രമേ എനിക്ക് അച്ഛനെ കാണാൻ പറ്റൂ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ആ ധ്യാന സെന്ററിന്റെ കോമ്പൗണ്ടിനുള്ളിലുള്ള ചെറിയൊരു ടീ ഷോപ്പിൽ നിന്ന് ഒരു ചായ വാങ്ങി കുടിച്ചുകൊണ്ട്, ഈശോയെ നീ എങ്ങനെയെങ്കിലും എനിക്ക് അച്ഛനെ കാണാനുള്ള ഒരു അവസരം തരണമെന്ന് പ്രാർത്ഥിച്ച് ചായ കുടിച്ച് ആ ചായക്കപ്പ് വെച്ച് ഞാൻ തിരിഞ്ഞത് പനക്കലച്ചന്റെ നേരെയാണ്. എന്റെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്ന അച്ഛൻ. അത്രയും ആൾക്കൂട്ടത്തിനിടയിൽ അച്ഛൻ എൻ്റെ തൊട്ടടുത്ത്. ഞാൻ അപ്പോഴേ അച്ഛനോട് പറഞ്ഞു, അച്ഛനെ ഒന്ന് കാണണം, എന്നെ ദുബൈയിൽ നിന്ന് ഇവര് പറഞ്ഞു വിട്ടതാണ്. അച്ഛൻ പറഞ്ഞു, എൻ്റെ മോനെ നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞ് എൻ്റെ കൈ പിടിച്ച് അച്ഛൻ്റെ റൂമിലോട്ട് നടന്നു. ആ നടത്തത്തിൽ ഞാൻ എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു. അച്ഛൻ എന്നോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്, നീ എന്താണ് നമ്മുടെ ദൈവത്തെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? തോക്കും പിടിച്ചു നിൽക്കുന്ന പോലീസാണെന്നാണോ നിന്റെ ധാരണ? മകനെ, ദൈവം സ്നേഹമാണ്. സ്നേഹിക്കുന്ന ആ ദൈവം ശിക്ഷിക്കാനല്ല അവിടെ ഇരിക്കുന്നത്, സ്നേഹമാകുന്ന ദൈവമാണ്. ആ അച്ഛൻ കുറച്ചു നേരം എന്നോട് സംസാരിച്ചു. എനിക്ക് ഒത്തിരി ആശ്വാസമായി. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കാനും ദൈവസ്നേഹം എന്നിൽ രൂപപ്പെടാനും അന്ന് തൊട്ട് തുടങ്ങി. അന്ന് തൊട്ട് ഇന്ന് വരെ സ്നേഹിക്കുന്ന ആ ദൈവത്തെ മുറുകെ പിടിച്ച് ആ ദൈവത്തിന്റെ കൂടെ നിൽക്കുവാനുള്ള ആ ഒരു വിശ്വാസം, അതെന്റെ ഒരു ബലമായിട്ട് ഇന്നും എന്നോട് കൂടെയുണ്ട്. ഗൾഫില് ആ ജോലിക്ക് ശേഷം വേറെ 2 കമ്പനികളിൽ മാറി മാറി ജോലി ചെയ്തു. അതിനുശേഷം പയ്യെ കർത്താവിനെ ഒരുക്കുകയായിരുന്നു. സ്വന്തമായിട്ട് ഒരു ബിസിനസ് തുടങ്ങി. വളരെ കഷ്ടപ്പെട്ട് തന്നെയായിരുന്നു ഇവിടുത്തെ ജീവിതം. പടിപടിയായിട്ട് കർത്താവ് ഉയർത്തി. ഇന്ന് 2000-ഓളം പേര് ജോലി ചെയ്യുന്ന 10-ലധികം കമ്പനികളുള്ള ഒരു സ്ഥാപനത്തിന് ഉടമയാക്കി കർത്താവ് ഞങ്ങളെ മാറ്റി. ഈശോയ്ക്ക് അതോർത്ത് പ്രത്യേകം നന്ദി പറയുന്നു. ഞങ്ങൾക്ക് ചേർന്ന ആൾക്കാരെ ഞങ്ങൾക്ക് കൂടെ ജോലി ചെയ്യാൻ കർത്താവ് തന്നിരിക്കുന്നു. ഈ അവസരത്തിൽ ഞാൻ എൻ്റെ ടെസ്റ്റിമണി വളരെ ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. കാരണം വളരെ ചുരുങ്ങിയ സമയം മാത്രമേ നമുക്കുള്ളൂ. 10-12 മിനിറ്റ് കൊണ്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്തത് കൊണ്ടും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ടെസ്റ്റിമണിയെക്കാളും കൂടുതൽ ആവശ്യം ദൈവത്തിലുള്ള വിശ്വാസവും ആശ്രയത്വവുമാണെന്നുള്ള ഒരു ബോധ്യം കൊണ്ടും എൻ്റെ ജീവിതത്തിലുണ്ടായ ചില ചെറിയ അനുഭവങ്ങൾ ഇവിടെ ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ കൺസ്ട്രക്ഷൻ കമ്പനിയും പല നിർമ്മാണ പ്രവർത്തനങ്ങളുള്ള പല ഗ്രൂപ്പുകളുമുണ്ട്. 2 വർഷം മുമ്പ് ഇവിടുത്തെ ഗവൺമെന്റിൽ നിന്നും ഒരു വെയർഹൗസിന്റെ, ഒരു ഹ്യൂജ് വെയർഹൗസിന്റെ പ്രൊജക്ട് ഞങ്ങൾക്ക് കിട്ടി. അത് എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി ഗവൺമെന്റിന് ഹാൻഡ് ഓവർ ചെയ്യണമെന്നായിരുന്നു കരാറ്. അത് പ്രകാരം ഞങ്ങൾ വളരെ സ്പീഡായിട്ട് തന്നെ കാര്യങ്ങളെല്ലാം നീക്കാൻ തുടങ്ങി. അങ്ങനെ 3 മാസം കൊണ്ട് അതിന്റെ ഫൗണ്ടേഷൻ എല്ലാം കഴിഞ്ഞു. ബീമുകളെല്ലാം പൊങ്ങി, റൂഫിങ്ങിനുള്ള ഫ്രെയിംസ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി. റൂഫിംഗ് ഷീറ്റിന്റെ ഇടാൻ വേണ്ടിയിട്ടുള്ള പർലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഗവൺമെന്റിന്റെ അധികാരി എന്നോട് ചോദിച്ചു, പ്രിൻസ്, നിനക്ക് എത്ര ദിവസം കൂടെ കൊണ്ട് ഇത് തീർക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, സാർ, എങ്ങനെയും 1 മാസം കൂടെ സമയം വേണം. അപ്പോൾ എന്നോട് പറഞ്ഞു, ഇല്ല, ഒരു 20 ദിവസം കൊണ്ട് നീ തീർക്കണം, ഞങ്ങൾക്ക് റീലൊക്കേറ്റ് ചെയ്യാനുള്ളതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രമിക്കാം.
അങ്ങനെ രാത്രിയും പകലും ഒക്കെ ഷിഫ്റ്റ് ഇട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയം ഒരു ദിവസം ഉച്ചയ്ക്ക് വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സൈറ്റിൽ നിന്ന് എനിക്കൊരു ഫോൺ വന്നു. സാർ, വെയർഹൗസ് കൊളാപ്സായി, താഴെ വീണു. ഞാൻ ചോദിച്ചു എന്തു പറ്റി? അപ്പോഴാ പറഞ്ഞ് ഉച്ചയ്ക്ക് ലഞ്ചിന് ആൾക്കാർ മൂവ് ചെയ്ത സമയത്ത് ക്രെയിൻ അതിന്റെ ഹുക്ക് പിടിവിക്കാതെ മാറ്റിയതാണ്, എല്ലാം വലിച്ച് താഴെ ഇട്ടു. സ്റ്റീലെല്ലാം ട്വിസ്റ്റായി ബെൻഡായി, ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അത് കേട്ട് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലായി. കാരണം 20 ദിവസം കൊണ്ട് തീർത്തു കൊടുക്കാവുന്ന വാക്ക് കൊടുത്ത ഞാൻ ഇനി എന്തു പറയും? 3 മാസത്തെ അധ്വാനമാണ് നിലത്ത് വീണ് കിടക്കുന്നത്. $500,000 ദിർഹംസ് 1 മിനിറ്റ് കൊണ്ട് ഇല്ലാണ്ടായി. എനിക്ക് ആകെപ്പാടെ വിഷമമായി. കാരണം ഈ ആക്സിഡന്റ് ആണെന്നും പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. കാറ്റടിച്ച് താഴെ വീണതാണ്, അവർ കനം കുറഞ്ഞ മെറ്റീരിയൽ യൂസ് ചെയ്തു, ഇങ്ങനെയൊക്കെ ആൾക്കാർ പറയൂ. നമ്മുടെ പേരിലുള്ള വിശ്വാസവും പോകുമല്ലോ എന്നൊക്കെ ഓർത്ത് ആകെ നിരാശനായി. ഞാൻ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി ലിവിംഗ് റൂമിൽ വന്നിരുന്നു. അവിടെ ഒരു ഈശോയുടെ ഫോട്ടോ ഉണ്ടായിരുന്നു. അതിലോട്ട് നോക്കി ഞാൻ ചോദിച്ചു, കർത്താവേ, നീ അറിയാതെ ഇത് വീഴുമോ? നീ അനുവദിക്കാതെ ഇത് താഴെ വീഴുമോ? നീ എന്റെ നാശത്തിന് എന്തെങ്കിലും ചെയ്യുമോ? താങ്ക് യു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രീ ആയി. എനിക്കൊരു ആശ്വാസമായി. എൻ്റെ ആ വീർപ്പുമുട്ടലൊക്കെ മാറി. അന്നേരം ഞാൻ സൈറ്റിൽ ഫോൺ വിളിച്ച് പറഞ്ഞു, അവിടെ നിന്ന് ആ വീണ സാധനങ്ങളെല്ലാം മാറ്റിക്കൊള്ളുക, ഒന്നും ഇനി ഉപയോഗിക്കേണ്ട, പുതിയ സാധനം ഓർഡർ കൊടുത്ത് ഇപ്പൊ തന്നെ അതിന്റെ പുതുതായിട്ട് അടുത്തത് ചെയ്യുവാനുള്ള ഏർപ്പാടാക്കാൻ പറഞ്ഞു. അന്ന് വൈകിട്ട് വീണ്ടും ഞാൻ ഗവൺമെന്റിന്റെ അധികാരിയെ കണ്ടു. ഞാൻ പറഞ്ഞു, സാർ, അവിടെ ഒരു ആക്സിഡന്റ് ഉണ്ടായി, ഇന്ന പോലൊക്കെ സംഭവിച്ചു, എനിക്ക് കുറച്ചുകൂടെ സമയം വേണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിൻസ്, നോ പ്രോബ്ലം, ടേക്ക് യുവർ ടൈം. അതാണ് ആ ഒരു തകർച്ചയില് നമ്മുടെ കർത്താവിന്റെ കരം, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ബോധ്യം അംഗീകരിച്ചപ്പോൾ ബാക്കിയെല്ലാം കർത്താവ് ക്രമീകരിക്കുകയായിരുന്നു. അന്ന് ആ സമയത്ത് എൻ്റെ മൂത്ത മോനെ നാട്ടില് 10ാം ക്ലാസ്സിൽ നാട്ടിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ കുർബാന കഴിഞ്ഞ് അവൻ എന്നെ വിളിച്ചു. അവന് ഈ സംഭവം ഒന്നും അറിയില്ല, അധികം ആൾക്കാർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അവൻ എന്നെ വിളിച്ചു പറഞ്ഞു, ഡാഡാ, ഈശോ ഡാഡയോട് ഒരു കാര്യം പറയാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താണ്? ഈശോ ഇന്നലെ ഡാഡയെ ഒന്ന് പരീക്ഷിച്ചു, പക്ഷെ ഡാഡ വിജയിച്ചു. അവനോട് പറ, നഷ്ടപ്പെട്ടതിന്റെ 7 ഇരട്ടിയായി അവന് ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ ദൈവം. നഷ്ടപ്പെട്ടതിന്റെ 7 ഇരട്ടി. പൈസയല്ല അവിടെ, പക്ഷെ ആ ഒരു ആശ്വാസം, ആ ഒരു ബലം, ആ ഒരു ശക്തി, ആ സമയത്ത് അതാണ് നമുക്ക് വേണ്ടത്. നിങ്ങൾക്കറിയാം, ഇന്നത്തെ ഈ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇതുമൂലം കഷ്ടത അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. നിരവധി ബിസിനസ് സ്ഥാപനങ്ങൾ അടഞ്ഞു കിടക്കുന്നു. ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, മറ്റു ടൂറിസം മേഖലകൾ, മറ്റു പല കമ്പനികൾ, ഇതെല്ലാം തുറക്കുമ്പോഴത്തേനും വലിയ സാമ്പത്തിക ദുരിതത്തിലോട്ട് പോകുന്ന അവസ്ഥ, ജോലി നഷ്ടപ്പെട്ട മക്കളുടെ അവസ്ഥ, പട്ടിണിയിലും പിരിവട്ടത്തിലുമായിട്ട് കഴിയുന്ന മക്കൾ ഇപ്പോൾ തന്നെ ഉണ്ട്. ഇതെല്ലാം ഫേസ് ചെയ്യാൻ പറ്റാതെ ജീവിതം തന്നെ മടുത്തു പോകുന്ന അവസ്ഥയിൽ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. മകനെ, മകളെ, നമ്മൾ അറിയണം, പെറ്റമ്മയെക്കാളും അധികം നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഈശോയുടെ മക്കളാണ് നമ്മൾ. സർവാധിപനാണ് നമ്മുടെ കർത്താവ്. നമ്മുടെ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നുമില്ല. ഏതവസ്ഥയിലും, ഏത് വഴി മുട്ടി നിൽക്കുന്ന അവസ്ഥയിലും വഴി തുറന്നു തരാൻ കൽപ്പുള്ളവനാണ് അവൻ. ചെങ്കടൽ തീരത്തെത്തിയ ഇസ്രായേൽ ജനത, പുറകില് ഫറവോന്റെ ആൾക്കാര്, മുന്നിൽ കടല്, എന്ത് ചെയ്യണമെന്നറിയാതെ ഒരു വഴിയുമില്ലാതെ നിന്ന സമയത്താണ് കടല് 2ആയിട്ട് മാറുന്നത് എന്ന് പറയുന്നത് പോലാണ് നമ്മുടെ ജീവിതത്തില്. പക്ഷേ നമ്മൾ അറിയണം ആ ദൈവത്തെ, നമ്മൾ മനസ്സിലാക്കണം ആ ദൈവം എന്നതാണെന്ന്. ഇന്ന് പലരും പള്ളിയിൽ പോകുന്നുണ്ട്, പ്രാർത്ഥന ചൊല്ലുന്നുണ്ട്, ഭക്തിയുടെ ആഴങ്ങളിലൂടെ കടന്നു പോകുന്നു. പക്ഷെ എങ്കിലും നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല
നമ്മുടെ ഈശോ എന്താണെന്നും ആരാണെന്നും ഈശോയുടെ സ്വഭാവം എന്താണെന്നും നമ്മൾ അറിയുന്നില്ല. ആ അറിവാണ് നിത്യജീവൻ. യോഹന്നാൻ 17:3 പറയുന്നു, പിതാവേ, അങ്ങയെയും അങ്ങയച്ച പുത്രനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ആ അറിവ് അത് തന്നെ വീണ്ടും വിശുദ്ധ പത്രോസ് എഴുതിയ 2-ാം ലേഖനത്തില് 1-ാം അധ്യായം 2-ാം വചനത്തിൽ പറയുന്നു, ദൈവത്തെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെയും കുറിച്ചുള്ള പൂർണ്ണമായ പരിജ്ഞാനം മൂലം നിങ്ങളിൽ കൃപയും സമാധാനവും വർദ്ധിക്കട്ടെ. അത് തന്നെ 3-ാം വാക്യത്തിൽ പറയുന്നു, തന്റെ മഹത്വത്തിലേക്കും ഔന്നത്യത്തിലേക്കും നമ്മെ വിളിച്ചവനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലൂടെ നമ്മുടെ ജീവിതത്തിനും ഭക്തിക്കും ആവശ്യമായവയെല്ലാം അവന്റെ ദൈവിക ശക്തി നമുക്ക് പ്രദാനം ചെയ്തിരിക്കുന്നു. ഈ അറിവ് നമുക്കെല്ലാം ഉണ്ട്. പല രീതിയിൽ പല വിധത്തിലാണ് നമ്മുടെ അറിവ്. ഒരമ്മയ്ക്ക് മോനെ അറിയാം, മോൻ അമ്മയെ അറിയാം, ഭാര്യയ്ക്ക് ഭർത്താവിനെ അറിയാം, മാതാപിതാക്കൾക്ക് മക്കളെ അറിയാം, മക്കൾക്ക് മാതാപിതാക്കളെ അറിയാം. മാതാപിതാക്കളെ അറിയുന്ന മക്കള് അതുകൊണ്ടാണ് അവരുടെ മടിയില്, ഒരമ്മയുടെ മടിയിൽ ഒരു കുഞ്ഞിരിക്കുമ്പോൾ പൂർണ്ണ സന്തോഷവാനായിട്ടിരിക്കുന്നത്. അവര് ഭയപ്പെടുകയില്ല. അപ്പന്റെ അമ്മയുടെയും അടുത്തിരിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം എന്റെ അപ്പനും അമ്മയും ചെയ്തു തരുമെന്ന് അവർ വിശ്വസിക്കുന്നു. ആ കുഞ്ഞിന്റെ മനസ്സ്, ആ കുഞ്ഞിനെ പോലെ എന്ന് നമുക്കാകാൻ പറ്റുന്നോ അന്ന് നമ്മുടെ പ്രശ്നം തീരും. ഇത് നമ്മളൊന്ന് അംഗീകരിക്കണം. നമ്മൾ ആ ദൈവത്തെ അറിയണം. നമ്മുടെ കണ്ണീര് കണ്ടിട്ട് നോക്കിയിരിക്കാൻ പറ്റുന്ന ഒരു ദൈവമല്ല. ആ ദൈവം നമുക്കിട്ടിരിക്കുന്ന വില നമുക്ക് മതിക്കാനാവാത്തതാണ്. യേശു ക്രിസ്തുവിന്റെ രക്തമാണ് മകനെ മകളെ നമ്മുടെ ഓരോരുത്തരുടെയും വില. നീ ഏത് ജാതിയോ മതവും ആയിക്കോട്ടെ, നീ ആ ദൈവത്തെ സ്നേഹിക്കുമ്പോൾ ആ ദൈവവുമായിട്ട് നിന്റെ ഉള്ള ആത്മബന്ധം, എന്റെ പ്രതിസന്ധിയില് എന്റെ അപ്പൻ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ്, അതായിരിക്കണം നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തില് നമുക്ക് ആവശ്യം. ഇനിയുള്ള കാലഘട്ടത്തില് ആ ദൈവത്തെ നിങ്ങൾ കൂടെ നിർത്ത്. നിങ്ങളുടെ അവസ്ഥ നോക്കണ്ട, കടബാധ്യതകൾ നിങ്ങൾ നോക്കണ്ട, രോഗം നിങ്ങൾ നോക്കണ്ട. ദൈവം അറിയാതെ ഇതൊന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് തെറ്റുപറ്റത്തുമില്ല. മകനെ, നീ സ്നേഹിച്ചാലും നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിനക്ക് ദോഷമായിട്ടുള്ളത് ഒന്നും ആ ദൈവം ചെയ്യുകയില്ല. നിങ്ങള് ഈ ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ വെച്ച് കഴിയുമ്പോൾ, വിശ്വസിക്കുമ്പോഴാണ് ആ ദൈവത്തിൽ നിങ്ങൾക്ക് ശരണപ്പെടാൻ പറ്റുന്നത്. ഈ വിശ്വാസം നിങ്ങളിൽ ശരിയാവണമെങ്കിൽ, ശരിയായ ഭാവത്തിലാവണമെങ്കിൽ ശരിയായ ദൈവത്തെ മനസ്സിലാക്കണം. ശിക്ഷിക്കുന്ന ദൈവമല്ല, സ്നേഹമാകുന്ന സ്നേഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. സ്നേഹിക്കാൻ മാത്രമേ ആ ദൈവത്തിന് അറിയൂ. കുരിശിൽ നമുക്ക് കാണിച്ചു തന്നു, കുത്തി മുറിവേൽപ്പിച്ചവനെയും ആണി അടിച്ച് വേദനിപ്പിച്ചവനെയും മുൾമുടി തറച്ചവനെയും എല്ലാം. മാറിടത്തില് കുത്തിയ ലോങ്കിനൂസ്, ഒറ്റക്കണ്ണനായ ലോങ്കിനൂസിന്റെ മറ്റു കണ്ണിനും കൂടെ കാഴ്ച നൽകി ആ മകനെ ക്രിസ്തു വിശ്വാസിയാക്കി മാറ്റിയവനാണ് ദൈവം, സ്വന്തമാക്കിയവനാണ് ദൈവം. കുത്തി മുറിവേൽപ്പിക്കുന്നവനെ സ്വന്തമാക്കുന്നവൻ, അതാ ദൈവത്തിന്റെ നീതി, അതാണ് ദൈവത്തിന്റെ സ്നേഹം. ആ ദൈവമാണ് നമ്മുടെ ദൈവം, നമ്മുടെ അപ്പൻ, നമ്മുടെ സർവസ്വവും, നമ്മുടെ എല്ലാം. ആ ദൈവത്തിന്റെ കരം പിടിച്ചാല്, 1-ാം സ്ഥാനം നീ ആ ദൈവത്തിന് കൊടുത്താല്, മകനെ മകളെ, നീ ദുഃഖിക്കേണ്ടി വരില്ല. ഭൂമി കുലുങ്ങിയാലും ഏത് ദുരന്തം വന്നാലും നെഞ്ചും വിരിച്ച് നീ നിൽക്കും. കാരണം നിന്റെ അപ്പൻ യേശു ക്രിസ്തുവാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാവുന്ന ആ ദൈവം, നമ്മുടെ സൃഷ്ടാവായ ദൈവം, സർവാധിപനായ ദൈവം എന്റെ നിങ്ങളുടെ അപ്പനായിട്ടുള്ളപ്പോൾ മക്കളായ നമ്മള് എന്തിനു ഭയക്കണം? ഈ വിശ്വാസത്തിന്റെ കൃപ നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യതാരങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ, ദിവ്യതാരങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
വരണ്ട മാനസം കണ്ടവിന്നിൻ തടാകമേ അംഗമായി വന്നു വീശിയാനന്ദം തന്ന പൊന്നിളം തെന്നലേ രക്തസാക്ഷികളാഞ്ഞു നൽകിയ പുണ്യജീവിത പാദമേ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എന്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ക്രിസ്തുവിന്റെ മൗതിക ശരീരമായ സഭയാണ് നമ്മൾ എന്ന അവബോധ്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ ഈ നൊവേന പ്രാർത്ഥന നമുക്ക് ആരംഭിക്കാം. നമ്മൾ ദൈവത്തിന്റെ സ്വന്തം ജനമാണ്. ദൈവജനം ഒന്നിക്കുന്നിടത്ത് ദൈവാത്മാവിന്റെ സജീവ സാന്നിധ്യം പ്രകടമാകുന്നു. സെഹിയോൻ ഊട്ടുശാലയിൽ ഒന്നിച്ച പരിശുദ്ധ അമ്മയും ശിഷ്യഗണവും ഇതിന് സാക്ഷ്യമേകുന്നു. നമ്മുടെ നാഥൻ ക്രിസ്തുവാണ്. അവിടുന്ന് രക്ഷകനും പരിപാലകനും നേതാവുമാണെന്ന സത്യം അറിഞ്ഞ് അതിൽ ആഴപ്പെടുമ്പോഴേ നമ്മിലെ കുറവുകളെ കുറിച്ച്, സ്വാർത്ഥത, വെറുപ്പ്, വിരോധം, കുടുംബാംഗങ്ങളോടുള്ള അവഗണന നമുക്ക് ബോധ്യമാവും. നമ്മുടെ ഉറ്റവരോടും അയൽവക്കക്കാരോടും സഹജീവികളോടും അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റ് കുറ്റങ്ങൾക്ക് നമുക്ക് ഈ സമയം ഈശോയോട് മാപ്പപേക്ഷിക്കാം. മനസ്താവ പ്രാർത്ഥന. ഓ എന്റെ ദൈവമേ, പാപിയായ എന്റെ മേൽ കരുണയുണ്ടാകണമേ. നാഥ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയോട് ഞാൻ മാപ്പപേക്ഷിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷാകേന്ദ്രവുമായ അങ്ങേ വാക്കാലും ചിന്തയാലും പ്രവൃത്തിയാലും കുത്തിമുറിവേൽപ്പിച്ച അവസരങ്ങളെ ഞാൻ കൺമുന്നിൽ കാണുന്നു. ഈശോയെ, എന്റെ എളിയ കാഴ്ചയായി എന്റെ ജീവിതത്തെ അങ്ങ് സ്വീകരിക്കണമേ. ഇനിമേൽ പാപത്തിൽ വീഴുകയില്ല എന്ന പ്രതിജ്ഞയോടെ നാഥ, ഞാൻ നിന്റെ അരികെ നിലകൊള്ളുന്നു. പരിശുദ്ധാത്മാ കൃപയാൽ ഇനിമേൽ തർക്കദോഷങ്ങളിൽ വീഴുകയോ ഒരു ചെറിയ പാപം പോലും ചെയ്യുകയോ ഇല്ല എന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നിന്റെ കരുണയാൽ എന്നെ ആശ്വസിപ്പിക്കണമേ. ആമേൻ. എളിമയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. വിനയഗുണത്തിന്റെ മാതൃകയായി, മനസാക്ഷിയുടെ സ്വരമായി ഞങ്ങളിൽ വാഴുന്ന നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. അഹങ്കാരത്തിന്റെ ചെങ്കോലും കിരീടവും ജീവിതയാത്രയിൽ കൈമുതലായി ഞങ്ങൾ സൂക്ഷിച്ചപ്പോൾ വിനയത്തിന്റെ മാതൃകയായി അവിടുത്തെ പുത്രനെ അങ്ങ് ഞങ്ങളിലേക്ക് അയച്ചുവല്ലോ. ഓ നല്ല ദൈവമേ, അങ്ങേ പുത്രനെ അനുകരിച്ച് എല്ലാവരോടും എളിമയോടെ വർത്തിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് നൽകണമേ. എളിമയുള്ളവർക്കായി റഷ്യയുടെ കാനാൻ ദേശം വാഗ്ദാനം ചെയ്ത കർത്താവെ, ശാന്തശീലരായി എളിമയുള്ളവരായി ക്രൂശത്തിന്റെ പിന്നാലെ പോകുവാൻ ഞങ്ങൾക്ക് കൃപയാകണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന. ഓ പരിശുദ്ധാത്മാവേ, നിത്യസഹായകനെ, പാപങ്ങളുടെ പിതാവേ, രോഗികളുടെയും പീഡിതരുടെയും ആശ്വാസമേ, ഹൃദയത്തിന്റെ പ്രകാശമേ, ആത്മാവിന്റെ വിശുദ്ധീകരണമേ, ഞാൻ അങ്ങയുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കുന്നു. ഭക്തിയാദരങ്ങളോടെ ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. സ്വർഗീയ സിംഹാസനത്തിന് മുൻപിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുന്ന മാലാഹ വൃന്ദങ്ങളോടൊപ്പം ഞാനും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഏറ്റുപറയുന്നു. അങ്ങ് സത്യനാണെന്നും സത്യയിൽ പിതാവിനോടും പുത്രനോടുമൊപ്പം ഒന്നാണെന്നും ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നു. നന്മയുടെ നിറകടമായ അങ്ങ് എന്നെ രക്ഷിക്കുകയും എന്റെ ആത്മാവിനെ വിശദീകരിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രത്യാശിക്കുന്നു. ഓ ദിവ്യ സ്നേഹമേ, ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളെക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ഉപരിയായി എല്ലാ സ്നേഹത്തിനും യോഗ്യനും നന്മ നിറഞ്ഞവനുമായ അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു. നന്ദിഹീനനായ ഞാൻ അങ്ങയുടെ ദിവ്യ പ്രചോദനങ്ങളെ അവഗണിച്ചുകൊണ്ട്, താൽക്കാലിക പാപസുഖങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് കണ്ണീരോടും ഒരുകിയ ഹൃദയത്തോടും കൂടെ മാപ്പപേക്ഷിക്കുന്നു. എന്റെ തണുത്തു മരവിച്ച ഹൃദയമിത ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
അവിടുത്തെ പ്രകാശരശ്മി കൊണ്ട് അതിൽ തുളച്ചു കയറി അങ്ങേ തീപ്പൊരി കൊണ്ട് എന്റെ പാപഭാരമാകുന്ന മഞ്ഞുകട്ടയെ ഒരുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ ആത്മാവിൽ ദൈവകൃപകളും വരപ്രസാദങ്ങളും നിറച്ച അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങളിൽ ദൈവിക തീഷ്ണത ജനിപ്പിച്ച പരിശുദ്ധാത്മാവേ, എന്റെ ഹൃദയവും അവിടുത്തെ പരിശുദ്ധ സ്നേഹത്താൽ ജ്വലിപ്പിക്കണമേ. പരിശുദ്ധാത്മാവേ, ദുഷ്ടശക്തികൾക്കെതിരെ എന്നെ ശക്തിപ്പെടുത്തണമേ. ജ്വലിക്കുന്ന ശക്തിയെ ഞങ്ങളുടെ വഴികാട്ടിയെ ചിന്തകളാൽ എന്റെ ബുദ്ധിയെ മനസ്സിനെ പീഡിപ്പിക്കണമേ. പരിശുദ്ധ മാടപ്രാവേ, ശാന്തതയുടെ ഇളം തന്നലേ, ആസക്തിയുടെ കൊടുങ്കാറ്റിനെ ശമിപ്പിക്കണമേ. പരിശുദ്ധ തീനാളമേ, പഠിപ്പിക്കണമേ. പരിശുദ്ധ തണൽ മേഘമേ, സ്വർഗീയ ദാനങ്ങളുടെ ഉറവിടമായ പരിശുദ്ധാത്മാവേ, സ്വർഗീയ വരങ്ങളാൽ ഞങ്ങളെ സമ്പന്നരാക്കണമേ. ദൈവിക ചിന്തയിൽ വളരുവാനും ത്രിത്വൈക ദൈവത്തിന്റെ സ്നേഹകൂടാരങ്ങളായി വാഴുവാനും ഞങ്ങൾക്ക് കൃപയേകണമേ. അങ്ങ് പിതാവിനോടും പുത്രനോടും ഒപ്പം വാഴുന്നത് പോലെ ഭൂമിയിൽ അങ്ങേ ഭവനങ്ങളായ സഹോദരങ്ങൾക്കൊപ്പം ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും പ്രാപ്തരാക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. സമാപന പ്രാർത്ഥന നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു. എന്റെ ശരീരം അങ്ങയുടെ ആലയമാണെന്ന് ഞാൻ അറിയുന്നു. അങ്ങ് സൃഷ്ടാവും സർവശക്തനുമായ ദൈവവും ജീവന്റെ ഉറവയുമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എന്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. എന്റെ ശരീരം അങ്ങയുടെ ജീവനും സ്നേഹവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. കർത്താവായ ഈശോയെ, അവിടുത്തെ പരിപാവനമായ തിരുരക്തം എന്റെ മേൽ ഒഴുകി എന്റെ പാപങ്ങളെല്ലാം കഴുകിക്കളയണമേ. എന്റെ എല്ലാ പാപങ്ങൾക്കുമായി ഞാൻ മാപ്പപേക്ഷിക്കുന്നു. എന്റെ എല്ലാ മുറിവുകളും കോപം കുറ്റബോധം ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വേദനിപ്പിക്കുന്ന എല്ലാ ഓർമ്മകളും സുഖപ്പെടുത്തണമേ. കർത്താവേ, അങ്ങേക്കെതിരായും എന്റെ അയൽക്കാർക്കും സഹോദരങ്ങൾക്കുമെതിരായും ഞാൻ പാപം ചെയ്തു പോയി. പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈശോ എന്റെ ഹൃദയത്തിൽ നാഥനായി രക്ഷകനായി അവിടുന്ന് കടന്നു വരണമേ. അങ്ങ് എന്റെ ഉള്ളിലുള്ളപ്പോൾ എനിക്കൊന്നിനെ കുറിച്ചും ഭയമില്ല. പുത്രനായ ദൈവം എന്റെ ഹൃദയത്തിലാണ് എന്ന ബോധ്യം എനിക്ക് ശക്തിയും ധൈര്യവും പകരുന്നു. കർത്താവായ യേശുവേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്. അങ്ങ് ജീവനാണ്. അതിനാൽ ഞാനും ജീവിക്കുന്നു. രക്തസ്രാവക്കാരിയെ സ്പർശനത്താൽ സൗഖ്യമാക്കിയ കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. യേശുവേ, അങ്ങയുടെ സാന്നിധ്യത്താലും ശക്തിയാലും എന്നെ നയിക്കുകയും നീതീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, അങ്ങ് സർവശക്തനും കാരുണ്യവാനുമാണെന്ന് ഞാൻ ഏറ്റുപറയുന്നു. അങ്ങയുടെ സ്പർശനത്താൽ എന്റെ ആത്മാവിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും എല്ലാ മുറിവുകളും രോഗങ്ങളും സുഖപ്പെട്ടിരിക്കുന്നു. എന്നെ അങ്ങിലേക്ക് അടുപ്പിക്കുന്നതും സ്നേഹിപ്പിച്ചതിനും സംരക്ഷിച്ചതിനും പരിപൂർണനായി സൗഖ്യപ്പെടുത്തിയതിനും ഞാൻ നന്ദി പറയുന്നു. സ്നേഹനിധിയായ ഈശോ, പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്നിരിക്കുന്ന ദൈവമേ, ഞാൻ അങ്ങയെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും ഭക്തി ആദരവോടെ ആരാധിക്കുന്നു. ആമേൻ. അഗ്നിനാളമാ
നവ്യജീവന വന്നു പാടിയു. സ്ത്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. അത്ഭുതങ്ങളും രോഗശാന്തിയും യേശുവിൻ തിരുനാമത്തിൽ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സാധ്യമായെന്നും ഈ സമൂഹത്തിൽ ദൈവരാജ്യം വളർന്നിടാൻ. സ്നേഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാഗമാ. ശാന്തിയേകുന്ന ദിവ്യ സന്ദേശം മാനസാന്തരമാഗമാ. യേശുവേക വിമോചകനെന്ന് വിശ്വമാതയിൽ ഘോഷിക്കാം. യേശുവേക വിമോചകനെന്ന് വിശ്വമാതയിൽ ഘോഷിക്കാം. സ്ത്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞവോ ശക്തിയേകി നയിക്കണേ. പരിശുദ്ധാത്മ പ്രാർത്ഥന. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്റെ ആത്മാവിന്റെ ആനന്ദമേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. എന്നെ പ്രകാശിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും നേരായ വഴിക്ക് നയിക്കുകയും ചെയ്യണമേ. എന്റെ ആത്മാവിന്റെ സാന്ത്വനമേ, ഞാൻ അങ്ങേ വാഴ്ത്തുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, എന്നെ സംബന്ധിച്ചുള്ള പിതാവിന്റെ തിരുവുള്ളം എന്താണെന്ന് എന്നെ ബോധ്യപ്പെടുത്തണമേ. അവ നിർവഹിക്കുവാൻ എന്നെ സഹായിക്കണമേ. അവിടുത്തെ പ്രചോദനങ്ങൾക്ക് വിധേയനായി എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നതെന്തിനും ആമേൻ പറഞ്ഞ് സഹാഹ്ലാദം ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, സ്തുതി. നമുക്ക് വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ നമ്മളെ തന്നെ മുദ്രിതരാക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയായി സ്തുതിയായിരിക്കട്ടെ. Hallelujah, 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 hallelujah. നമുക്ക് പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ട് പാടി കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, സ്തോത്രം, ആരാധന. അഭിഷേകം സകല ജഗത്തിന്മേലും ഋതുകാല സമയമല്ലോ, ആത്മാവിൽ നിറയണമേ. അന്ത്യകാല അഭിഷേകം സകല
സഹായകനായി നൽകപ്പെട്ട പരിശുദ്ധാത്മാവെ, ഈ പ്രത്യേക സാഹചര്യത്തില് ഈ ലോകം മുഴുവനും ഇനി എന്ത് എന്ന് അറിയാൻ പാടില്ലാത്ത തരത്തില് കൊറോണയുടെ ഭീതിയിലായിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തില് പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ വഴി നടത്തണമേ. പരിശുദ്ധാത്മാവെ, ആദിമ സഭയില് കർത്താവിന്റെ കൂടെ, ശിഷ്യന്മാരുടെ കൂടെ നീ ഉണ്ടായിരുന്നത് പോലെ പരിശുദ്ധാത്മാവെ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും കൂടെ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന് ഞങ്ങളെ നയിക്കണമേ, ഞങ്ങളെ പരിപാലിക്കണമേ. ഞങ്ങളുടെ എല്ലാ പേടികളും ഞങ്ങൾക്ക് മാറ്റി തരണമേ. ഈ ലോകത്തിന്റെ അധിപനെ കർത്താവെ, പരിശുദ്ധാത്മാവെ, തോൽപ്പിക്കാൻ ശക്തമായ എല്ലാ അനുഗ്രഹങ്ങളും അവിടുത്തെ ഫലങ്ങളും ദാനങ്ങളും ധാരാളമായി ഞങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും വർഷിക്കണമേ. പരിശുദ്ധാത്മാവെ, പൂർണ്ണമായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകം മുഴുവനുമുള്ള എല്ലാ സഹോദരങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ പിതാവിനെ സമർപ്പിക്കുന്നു. കത്തോലിക്ക സഭയെ മുഴുവനും സമർപ്പിക്കുന്നു. കർദിനാളന്മാരെ സമർപ്പിക്കുന്നു. മെത്രാന്മാരെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ വൈദികരെയും പുരോഹിതന്മാരെയും സമർപ്പിക്കുന്നു. സന്യസ്തരെ സമർപ്പിക്കുന്നു. സിസ്റ്റേഴ്സിനെ സമർപ്പിക്കുന്നു. എല്ലാ ആത്മായ സുവിശേഷ പ്രസംഗരെയും സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥന കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനും പല ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ നവനാൾ നൊവേനയ്ക്ക്, പരിശുദ്ധാത്മാവിന്റെ ഈ പന്തക്കുസ തിരുനാളിന്റെ ഈ നവനാൾ നൊവേനയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും കർത്താവെ, അവിടുത്തെ ശക്തി അയക്കണമേ. ശിഷ്യന്മാരിലേക്ക് നീ വന്ന് നിറഞ്ഞതുപോലെ തീയുടെ രൂപത്തിൽ നീ വന്ന് നിറഞ്ഞപ്പോൾ പല ഭാഷകൾ സംസാരിക്കാനായിട്ട് അവർക്ക് ഓരോരുത്തർക്കും സാധിച്ചതുപോലെ ഈ ലോകത്തില് ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തില് ഈ ലോകത്തിന് മുഴുവൻ വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈ ലോകത്തെ മുഴുവനും കർത്താവെ അങ്ങേ തിരുമുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തമായി അനുഗ്രഹിക്കണമേ. എല്ലാ ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ട് കിടക്കുന്ന ഈ സമയങ്ങളില് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് കർത്താവെ നീ എഴുന്നള്ളി വരണമേ. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ വാസസ്ഥലം, അങ്ങയുടെ ആലയം ഞങ്ങളുടെ ഓരോരുത്തരുടെയും ശരീരമാണെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയുടെ ആ ആലയത്തിന് യോജിച്ച രീതിയിൽ ഞങ്ങളെ മുഴുവനും, ഈ ലോകത്തെ മുഴുവനും സമർപ്പിക്കുവാൻ, അങ്ങേക്ക് വേണ്ടി മാത്രം സമർപ്പിച്ച് ഈ ലോകത്തോട് ഇന്ന് വേണ്ട എല്ലാ കാര്യങ്ങൾക്കും പ്രതികാര ബുദ്ധിയോട് കൂടി തന്നെ ഈ ലോകത്തോട് സ്വർഗത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ, ഈ ലോകത്തിന്റെ എല്ലാ ചെയ്തികളെയും വിട്ടുപേക്ഷിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ വിൺമഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ വിൺമഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ വിൺമഴ നൽകാം. ോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. മുട്ടോളമല്ല അരയോളം പോരാ, വലിയൊരു ജീവനദിയൊഴുക. നീതിയിട്ടല്ലാതെ കടപ്പാൻ കൊയ്യാത്ത ഇരുറവ ഇന്ന് തുറക്കാത. നീതിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ഇരുറവ ഇന്ന് തുറക്കാത. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ നിന്മഴ നൽകാം. നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ നിന്മഴ നൽകാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം കർത്താവേ, സ്തുതി, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
അങ്ങേ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, പൂർണ്ണമായും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, പന്തക്കൂസ ദിനത്തില് ശിഷ്യന്മാരുടെ മേല് പരിശുദ്ധാത്മാവിനെ അയച്ചതുപോലെ വീണ്ടും ഒരു ഉത്ഥാനത്തിന്റെ ആത്മാവിനെ, ഒരു ശക്തിയുടെ ആത്മാവിനെ, ജ്വലിപ്പിക്കുന്ന ആത്മാവിനെ ഞങ്ങളിൽ ഓരോരുത്തരിലേക്കും നൽകണമേ. ഈ പന്തക്കൂസായിലൂടെ കർത്താവെ, അങ്ങേക്കറിയാം എത്ര അധികമായി വേദനിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിലേക്ക് അങ്ങയുടെ ആത്മാവിന്റെ ശക്തി ഞങ്ങൾക്ക് എത്ര അധികമായി വേണമെന്ന് അങ്ങ് മനസ്സിലാക്കുന്നുണ്ട്. പിതാവായ ദൈവമേ, അങ്ങ് അനുവദിച്ചതിനാല് പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയില് ലോകം മുഴുവൻ ഈ പ്രത്യേക വൈറസിന്റെ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തില് ലോകം മുഴുവനും ഇതിനെ എതിർക്കുവാൻ വേണ്ടി, ഇതിനെ എതിർത്ത് തോൽപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഈ പ്രത്യേക വൈറസിനെ കീഴടങ്ങിയ ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, അങ്ങയുടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് ഈ പ്രത്യേക വൈറസിന് ഇന്നും എതിരെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ ലോകത്തെ മുഴുവനും ഈ വൈറസിന്റെ ഭീതിയിൽ നിന്ന് രക്ഷപ്പെടുത്തുവാനായിട്ട് അക്ഷീണം യത്നിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും, ഡോക്ടർമാരെ, നഴ്സുമാരെ, അതുപോലെ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക സംരക്ഷണയാല് ഈ ലോകത്തിലുള്ള ഇന്ന് എല്ലാ രാജ്യങ്ങളിലുമുള്ള ഈ വൈറസിന് വേണ്ടി പ്രതിമരുന്ന് കണ്ടുപിടിക്കുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശാസ്ത്രജ്ഞന്മാരെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ ഡോക്ടേഴ്സിനെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വൈറസിനോട് പടപൊരുതി ഈ ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമത്തില് ആയിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വൈറസിന്റെ ഭീതിയിൽ കഴിയുന്ന ഈ ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ജാതി മതസ്ഥരായ മക്കളെയും ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുമുള്ള അങ്ങയുടെ നാമം ഒരു പ്രാവശ്യം പോലും കേട്ടിട്ട് പോലും ഇല്ലാത്ത മക്കളെ പോലും ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വീണ്ടെടുക്കണമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വേദനകൾ കാണണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ, ഈ പ്രത്യേക സാഹചര്യത്തില് ഈ ലോകത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും, കഴിവുകളും, വരങ്ങളും, ദാനങ്ങളും, ഫലങ്ങളും എല്ലാം നിറച്ച് അങ്ങയുടെ സഭയെ ഉദ്ധരിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭ ഈ ലോകത്തിന് മുഴുവൻ, അതെ, ഒരേ ഒരു രക്ഷകൻ, ഈ ലോകത്തിന് നൽകപ്പെട്ടിരിക്കുന്ന രക്ഷയുടെ നാമം യേശുക്രിസ്തു മാത്രമാണെന്ന് ഈ ലോകത്തോട് പ്രഖ്യാപിക്കാനും ആ പ്രഖ്യാപനം ലോകം മുഴുവനും മനസ്സിലാക്കാനും എല്ലാ മുഴങ്കാലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് മുമ്പിൽ മടങ്ങുന്നതിനും ഈ പ്രത്യേക വൈറസ് കാരണമാകണമേ എന്ന് എല്ലാ തിന്മകളിൽ നിന്ന് പോലും നന്മയെ ഉത്ഭവിപ്പിക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ ത്രിത്വത്തിന് മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഈ ലോകത്തിലേക്ക് അങ്ങ് കടന്നു വരണമേ. പരിശുദ്ധാത്മാവെ, എല്ലാ മക്കളിലേക്കും, പ്രത്യേകിച്ച് ഈ നവനാൾ പ്രാർത്ഥനയില്, ഈ നവനാൾ കൂട്ടായ്മയിൽ ആയിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞങ്ങളിൽ എല്ലാവരിലേക്കും, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ മക്കളിലേക്ക്, ഞങ്ങളുടെ ജീവിത പങ്കാളിയിലേക്ക്, ഞങ്ങളുടെ സഹോദരങ്ങളിലേക്ക്, ഞങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യമുള്ളവരിലേക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക്, ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കടപ്പെട്ടിരിക്കുന്ന വ്യക്തികളിലേക്ക്, അങ്ങനെ ഈ ലോകത്തുള്ള എല്ലാ മക്കളിലേക്കും, എല്ലാ സൃഷ്ട പ്രപഞ്ചത്തിലേക്കും അങ്ങയുടെ ശക്തി നിറയ്ക്കണമേ എന്ന് ഞങ്ങൾ എല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ, ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ, ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നവജീവൻ വേണം,
നിത്യതയിലെത്തി ആശ്വസിച്ചിടാം. പന്തക്കുസ്താനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ നൽകേണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. സമർപ്പിക്കുന്ന ദൈവമേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ, ഈ കൊറോണ കാലത്തിലെ കർത്താവേ തിരുസഭയെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, പരിശുദ്ധ കത്തോലിക്ക സഭയെ അങ്ങയുടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവമേ. ഈശോയെ, ഇന്ന് കർത്താവേ ഈ പരിശുദ്ധ കത്തോലിക്ക സഭയിലെ എല്ലാ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. ഈശോയെ, ദാനിയേല് കർത്താവേ തീച്ചുളയില് കർത്താവേ ദാനിയേലിനെ കാത്തു പരിപാലിച്ച ദൈവത്തിന്റെ ആത്മാവ് ഈശോയെ ഇന്ന് തിരുസഭയെ നീ കാത്തു പരിപാലിക്കണമേ പ്രാർത്ഥിക്കുന്ന കർത്താവേ. സിംഹക്കുഴിയിലെ ദാനിയേലിനെ കാത്തു പരിപാലിച്ച അതേ പരിശുദ്ധാത്മാവ് ഇന്ന് കത്തോലിക്ക സഭയെ കാത്തു പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാ. കർത്താവേ, ഈ കൊറോണ കാലത്ത് എത്രയധികം പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാല് കർത്താവേ അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ട് കത്തോലിക്ക സഭയിലെ കർത്താവേ ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പായുടെ നേതൃത്വത്തില് കർത്താവേ ആ ദാനിയേലിനെ സംരക്ഷിച്ച അതേ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഓരോരുത്തരെയും പരിശുദ്ധ പിതാക്കന്മാരെയും കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും എല്ലാ സന്നിധികളെയും സംരക്ഷിച്ചുകൊണ്ട് അതേ ആത്മാവിനാൽ നയിച്ചുകൊണ്ട് ഈ കത്തോലിക്ക സഭയെ പൂർണ്ണമായിട്ട് പുനർജീവൻ കൊടുത്തുകൊണ്ട് പൂർവാധിക ശക്തിയോടെ കടന്നു വരുവാന് ദാനിയേലിനെ സിംഹക്കുഴിയിൽ നിന്ന് ഏറ്റെടുത്തതുപോലെ കർത്താവെ തീച്ചുളയിൽ നിന്ന് എടുത്തതുപോലെ കർത്താവെ ഞങ്ങളുടെ സഭയെ അവിടുന്ന് പരിപൂർണമായി ഉയർത്തിക്കൊണ്ട് വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാല് സഭയെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. സൈന്യത്താലെയല്ല, ശക്തിയാലെയല്ല, ദൈവത്തിന്റെ ആത്മാശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ക്രിസ്തനാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. പിന്മഴ പെയ്യണം, മാലിന്യം മാറേണം, നിഞ്ചനമുണർന്ന് വേല ചെയ്യുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സത്യമായ നിന്നോട് പറയുന്നു, നീ ചെറുപ്പമായിരുന്നപ്പോൾ സ്വയം അരമുറുക്കി നിനക്ക് ഇഷ്ടപ്പെട്ടേ പോയി. പ്രായമാകുമ്പോൾ നീ കൈകൾ നെട്ടും മറ്റൊന്നിന്റെ അരമുറുക്കും. അവൻ നീ ആഗ്രഹിക്കാതെ നിന്നെ കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, നമുക്ക് പൂർണ്ണമായി വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ നയിക്കുവാനായിട്ട്, പരിശുദ്ധാത്മാവ് ഇഷ്ടമുള്ള മേഖലയിലേക്ക് നമ്മൾ ഓരോരുത്തരെയും കൊണ്ടുപോകാൻ നമ്മളെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. പരിശുദ്ധ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞപ്പോൾ പരിശുദ്ധാത്മ പ്രവർത്തിച്ച പോലെ ഇന്ന് ലോകത്തിൽ നാനാഭാഗത്തായിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ പങ്കുന്ന എല്ലാ മക്കളും പൂർണ്ണമായി തങ്ങളെ തന്നെ സമർപ്പിക്കട്ടെ. പരിശുദ്ധാത്മ പ്രവർത്തികൾ വിട്ടുകൊടുക്കട്ടെ. പരിശുദ്ധാത്മാവ് കടന്നു വന്ന് നമ്മുടെ മേലും നിറഞ്ഞ് നമ്മുടെ എളിമയിൽ നമ്മുടെ എളിമപ്പെടലിലൂടെ പരിശുദ്ധാത്മ നമ്മളിലേക്ക് വന്ന് നമ്മുടെ ജീവിതത്തെ ഏറ്റെടുക്കുവാനായിട്ട് അങ്ങനെ ഈ ലോകത്തെ നവീകരിക്കുവാൻ നമുക്ക് പരിശുദ്ധാത്മ പ്രാർത്ഥിക്കാം.
നമ്മുടെ എളിമപ്പെടലിലൂടെ ഈ ലോകം നവീകരിക്കപ്പെടുവാണ്. ഈ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം പ്രാർത്ഥിക്കുവാനുള്ള ക്രമയ്ക്ക് വേണ്ടി വിശുദ്ധ പ്രാർത്ഥിക്കാൻ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഈ ലോകത്തെ നവീകരിക്കുവാനായിട്ട് ഈ ലോകം എന്താണ് കൊറോണ വൈറസിന് പിന്നില് വലിയൊരു ആത്മീയ ശക്തി കടന്നുവരാണ്, ആത്മീയ നന്മകൾ കടന്നുവരാനുള്ള ബോധ്യത്തോടുകൂടി ആ നന്മ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഈ സമയത്ത് ഒരുങ്ങാം. വിശുദ്ധാത്മാവിൽ നിറഞ്ഞു കഴിയുമ്പോൾ ആ വരാനിരിക്കുന്ന നന്മയെ സ്വീകരിക്കുവാനായിട്ട് അല്പകാല സമയത്തിന് ശേഷം വലിയൊരു നന്മയിലേക്ക് വലിയൊരു വിജയത്തിലേക്കാണ് നാം എത്തിച്ചേരാവുന്ന ആ ബോധ്യത്തോടുകൂടി വിശുദ്ധാത്മാവെ ഞങ്ങളുടെ മേൽ വന്ന് നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് ആവശ്യമായ കാര്യങ്ങൾ കർത്താവെ ചെയ്യുവാനുള്ള കൃപ ഞാൻ പൂർണ്ണ മേൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മളതിനെ പൂർണ്ണമായ വിശുദ്ധാത്മാവിനെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധാത്മാൻ പരമേൽപ്പിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഈ പന്തക്കുസ്ത തിരുനാളില് നമുക്ക് നമ്മുടെ കർത്താവ് സഹായകനായി തന്ന ആ പരിശുദ്ധാത്മാവിനോട് അതെ ഞാൻ റെഡിയാണ്, കർത്താവെ എന്നെ അയച്ചാലും എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവിന് നമ്മളെ ഓരോരുത്തരെയും വിട്ടുകൊടുക്കാം. പരിശുദ്ധാത്മാവിനാല് നയിക്കപ്പെടാൻ വേണ്ടിയിട്ട്, പരിശുദ്ധാത്മാവിനാല് നമ്മുടെ ഓരോ കാര്യങ്ങളിലും നിയന്ത്രിക്കപ്പെടാൻ വേണ്ടിയിട്ട് വിശുദ്ധ പൗലോസ്ലീഹ 13 കൊറിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 13-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ സംസർഗം നാം എപ്പോഴും നമ്മളോട് എല്ലാവരോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുവാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിന് പൂർണ്ണമായിട്ട് നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ പുരോഹിതൻ ജീവൻ ജ്യോതി ആശ്രമത്തിന്റെ ഡയറക്ടർ അച്ഛൻ നമുക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ പ്രാർത്ഥിച്ച് നമ്മളെ എല്ലാവരെയും ഈ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക ദാനങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും നിറയുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച് നമ്മളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുന്ന ഈ സമയത്ത് നമുക്ക് നമ്മുടെ തല കുൻപിട്ട് പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടിയിട്ട് കർത്താവിന്റെ സന്നിധിയിൽ എളിമയോടെ നമുക്ക് എല്ലാവർക്കും ആയിരിക്കാം. Father, thank and praise you for the times you spoke to us through your word. We thank you for the outpouring of the Holy Spirit in the church and on everyone. We pray, O Abba, Father. In the history we read, O Abba, each time when there was a trials and tribulations that your God's people underwent, you raised prophets, you raised intercessors, and you raised saints, and Lord Jesus, you saved your people. We pray at this time of great plague that the world is undergoing, remove this coronavirus from the face of the earth. We pray, Abba Father, that through different instances we understand that you are with us through prophets, through your angels, through your saints, you are guiding us. We pray, Abba Father, in this new Pentecost, there will be outpouring of the Holy Spirit on this church and the entire human society. We pray, Abba Father, that new spirit may be given to us. To Ezekiel, you have given that beautiful gift when the Spirit of the Lord engulfed him and instructed him to speak to the bones. He spoke, that new life came into those bones. We pray that by the outpouring of the Holy Spirit that is going to take place in the Pentecost, that we will be able to speak your word to the nation, that the nation may receive new life. Lord Jesus, we pray from the church, the leaders may rise, intercessors may rise, saints may rise, people who may stand with the Lord and fight for the Lord, people of warriors may rise. We pray, Abba, may the outpouring of the Holy Spirit make happen. We pray for all the people who are participating with us in this beautiful novena. In everyone's family, in everyone, there will be filling of the Holy Spirit, that we may have a new life in Jesus. We ask this through Christ our Lord. Amen. Our Father, Who art in heaven, hallowed be thy name. Thy kingdom come, thy will be done, on earth as it is in heaven. Give us today our daily bread. Forgive us our trespasses, as we forgive those who trespass against us. And lead us not into temptation, but deliver us from evil. Amen. Hail Mary, Full of grace, the Lord is with you. Blessed are you among women, and
and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and at the hour of our death. Amen. Glory be to the Father, and to the Son, and the Holy Spirit. As it was in the beginning, now and forever. Amen. The Lord be with you. And with your spirit. May Almighty God bless you, the Father, and the Son, and the Holy Spirit. Amen. ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, എല്ലാ വർഷത്തെയും പോലെ നമുക്ക് പന്തക്കുസ്തായ്ക്ക് ഒരുക്കമായിട്ടുള്ള ഈ നവനാൾ പ്രാർത്ഥന ജീവൻജ്യോതി ആശ്രമത്തിൽ വെച്ച് ചെയ്യാൻ സാധിച്ചില്ല. ഇപ്പോഴത്തെ ഈ കോവിഡിന്റെ പ്രത്യേക പ്രതിസന്ധിയിൽ ലോക്ക്ഡൌണിലൂടെ കഴിഞ്ഞു പോകുന്ന നമുക്ക് ഈ സാഹചര്യത്തിൽ പുതിയൊരു മേഖല യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥന ചെയ്യുന്നതിനും അങ്ങനെ ലോകം മുഴുവനുമുള്ളവരുമായി ഒരുമിച്ചിരുന്ന് ഈ പ്രാർത്ഥന നടത്തുന്നതിനും അങ്ങനെ പന്തക്കുസ്ത തിരുനാളിന് ഒരുങ്ങുന്നതിനും പരമകാരുണികനായ ദൈവം നമ്മളെ അനുഗ്രഹിച്ചു. ആ പരമകാരുണികനായ ദൈവത്തിന്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് ഒത്തിരി നന്ദി സ്തുതികളോടുകൂടി നമുക്ക് കർത്താവിനെ സ്തുതിച്ചാരാധിച്ച് ഏറ്റവും ആദ്യം നമ്മുടെ എല്ലാ നന്മയും നന്ദിയും പരമദിവികാരുണികനായ ഈശോയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒപ്പം നമുക്ക് ആവശ്യമായ എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും അനുഗ്രഹങ്ങളും ഉപദേശങ്ങളും എപ്പോഴും നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ 3 രൂപതകളിലെ പിതാക്കന്മാരെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ പ്രോഗ്രാമിന് 3 രൂപതയിലെ പിതാക്കന്മാരും നമുക്ക് മെസ്സേജുകളും പ്രാർത്ഥനാ സഹായങ്ങളും അതുപോലെ വേണ്ട എല്ലാ മാർഗനിർദ്ദേശങ്ങളും നൽകി അനുഗ്രഹിച്ചു. ഒന്നാമതായിട്ട് ഡൽഹി ആർച്ച് ഡയസിസിന്റെ പിതാവ് അനിൽക്കുട്ടോ പിതാവിനെ നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഫരീദാബാദ് ഡൽഹി ഡയസിസിന്റെ പിതാവ് മാർ കുര്യാക്കോസ് ഭരണകുളന്റെ പിതാവിനെ നമുക്ക് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഒപ്പം ഗുഡ്ഗാവ് ഡയസിസിന്റെ മലങ്കര റീത്തിന്റെ പിതാവ് ബിഷപ്പ് ജേക്കബ് മാർ ബർണാബാസ് പിതാവിനെയും ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് ഒത്തിരി അനുഗ്രഹങ്ങൾ നൽകി അവരെ ഇനിയും ഈ പ്രദേശത്തെ അവരുടെ അജഗണങ്ങളെ കർത്താവിങ്കിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും കൊടുത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവരെ നന്ദിപൂർവ്വം ഈശോയുടെ സന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. സഹോദരങ്ങളെ, നമ്മുടെ സ്പിരിച്വൽ ഡയറക്ടർ സൂസൈ സെബാസ്റ്റ്യൻ, മോൺസിംഗർ സൂസൈ സെബാസ്റ്റ്യൻ അച്ഛൻ എപ്പോഴും എല്ലാ കാര്യങ്ങളിലും നമ്മളോടൊപ്പമുണ്ട്. നമ്മുടെ എല്ലാ പ്രോഗ്രാം നടക്കുമ്പോഴും അല്ലാത്ത സമയത്തും എല്ലാം വന്ന് നമ്മളെ അനുഗ്രഹിക്കുന്ന അച്ഛൻ ഇപ്പോഴായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് വേണ്ടി 3 ഭാഷയിലും അച്ഛൻ നമുക്ക് മെസ്സേജ് തന്ന് നമ്മളെ 3 ഭാഷയിലെ പ്രോഗ്രാമിനും മെസ്സേജ് തന്ന് അനുഗ്രഹിച്ചു. അച്ഛനെയും നമുക്ക് ഈ സമയത്ത് ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയോടെ, ഒത്തിരി നന്ദിയോടെ. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, സിറിലിയേട്ടൻ ഒത്തിരി തിരക്കില. ആ തിരക്കിനിടയിലെല്ലാം ഇതുപോലെ ഒരു പ്രോഗ്രാം നമുക്ക് നടത്താമെന്നുള്ള കാര്യങ്ങളെല്ലാം ഓർഗനൈസ് ചെയ്യുകയും 3 ഭാഷയിലേക്കും വേണ്ട എല്ലാ കാര്യങ്ങളും തിരഞ്ഞെടുക്കുകയും എല്ലാ ആൾക്കാരെ തിരഞ്ഞെടുക്കുകയും അതിനുവേണ്ട ഓരോ ദിവസത്തെ ക്ലാസ്സുകൾ നിശ്ചയിക്കുകയും എല്ലാം ചെയ്ത് ഒത്തിരി കഷ്ടപ്പെട്ട സിറിലിയേട്ടനെ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഓർക്കാം. ഒത്തിരി നന്ദിയോടുകൂടി. ഒപ്പം സഹോദരങ്ങളെ, നമുക്കറിയാം നമ്മുടെ ജീവൻ ജ്യോതിയിലെ ഡയറക്ടർ അച്ഛന്മാര് അവർ പ്രാർത്ഥനയിലും അതുപോലെ ഓരോ കാര്യങ്ങളിലും നമ്മളോടൊപ്പമുണ്ട്. ഈ പ്രോഗ്രാമിലും നമുക്ക് ആവശ്യമായ ഉപദേശം നൽകുകയും അതുപോലെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ അനുഗ്രഹിക്കുകയും ചെയ്ത് അവർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. നമുക്ക് അവരെയും ഈശോയുടെ സന്നിധിയിൽ ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇനി വരുന്നത് നമ്മുടെ DCRS മെമ്പേഴ്സ് ആണ്. ഒത്തിരി പേര് ഇതിന് പുറകിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെല്ലാവരെയും ഞങ്ങൾ ഒത്തിരി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹ സഹോദരരെ, സത്യത്തില് രാത്രിയിൽ ഉറക്കമളച്ചിരുന്ന് ഈ കഴിഞ്ഞ 15, 20, 30 ദിവസത്തോളം, കാരണം ആദ്യമായിട്ടാണല്ലോ നമ്മളിത് ചെയ്യുന്നത്, അതിലൊത്തിരി കാര്യങ്ങൾ എഡിറ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും എല്ലാം ചെയ്ത YU4Cയുടെ നമ്മുടെ കൊച്ചുമക്കള്, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ യുവജനങ്ങള്, അവരെ ഈശോയുടെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പേരെടുത്ത് പറയുവാൻ ഞാൻ 2 പേരുടെ, അജിൻ ജോസഫിന്റെയും തോമസിന്റെയും ആ മക്കളെ കർത്താവ് കൊടുത്ത അനുഗ്രഹങ്ങൾ ഒത്തിരി കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെ ഒത്തിരി നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ,
വ്യത്യസ്ത സാഹചര്യങ്ങളിൽ വ്യത്യസ്ത സ്ഥലത്ത് ഈ ലോക്ക്ഡൌണിലെ സ്വന്തം വീട്ടിൽ ഇരുന്ന് ഈ പ്രോഗ്രാമുകൾ എല്ലാം ഓർഗനൈസ് ചെയ്യുകയും റെക്കോർഡ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും സാക്ഷ്യ ശുശ്രൂഷകളാണെങ്കിലും വചന ശുശ്രൂഷകളാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പ്രാർത്ഥനയിലും നമ്മളോട് കൂടെ ഉണ്ടായിരുന്ന നമ്മുടെ എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് നമ്മൾ ഈ പ്രാർത്ഥനയിൽ ഓർത്ത് കർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ഏറ്റവും കൂടുതലായിട്ട് നന്ദി അർഹിക്കുന്നത് ഈ പ്രോഗ്രാം ഇത്രയും സക്സസ് ആക്കി തീർത്താൽ നിങ്ങൾ ഓരോരുത്തരുമാണ്. കർത്താവിൻ്റെ കൂടെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ഈ സമയങ്ങളിൽ പ്രാർത്ഥിച്ച, ലോകം മുഴുവൻ ഇരുന്ന് കണ്ട് ഞങ്ങളോടൊപ്പം കർത്താവിനെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇനിയും തുടർന്ന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുവാൻ ജീവൻ ജ്യോതി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.